എല്ലാവർക്കും നമസ്കാരം. അക്കാഡമിക്സ് PSCയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം പറയുന്നു. എൻ്റെ പേര് അപൂർവദാസ്. നമ്മൾ ഇന്ന് വളരെ സന്തോഷകരമായിട്ടുള്ള മറ്റൊരു ക്ലാസ്സിലാണ് വന്നെത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തുടങ്ങിയിട്ടുള്ള ഡിഗ്രി തലത്തിലുള്ള പരീക്ഷകൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള 75 ദിവസം നീളുന്ന ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ആദ്യത്തെ 10 ദിവസം കഴിയുമ്പോൾ 10ാമത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് നൽകുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? എല്ലാ 10 ദിവസവും ടെസ്റ്റുകൾ ഉണ്ടാകും, റിവിഷനുകൾ, റീ റിവിഷനുകൾ, ഇങ്ങനെ നമ്മൾ കൃത്യമായി നടത്തി പോകുന്ന ഈ ഒരു സ്റ്റഡി പ്ലാനിലെ ആദ്യത്തെ ടെസ്റ്റ്, ആദ്യത്തെ 10ാമത്തെ ദിവസത്തെ ടെസ്റ്റ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. 50 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ 50 ചോദ്യങ്ങളും നിങ്ങൾ കഴിഞ്ഞ 10 ദിവസമായി പഠിച്ച എല്ലാ ഭാഗങ്ങളിൽ നിന്നും പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ്മെന്റ് തലത്തിലുള്ള ചോദ്യങ്ങളാണ് പരമാവധി അതിലുണ്ടായിരുന്നത്. സോ ദാറ്റ് കൂടുതൽ ഡേറ്റ നിങ്ങളിലേക്ക് എത്തട്ടെ എന്നതായിരുന്നു നമ്മളുടെ കൺസെപ്റ്റ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റിന്റെ ഫുൾ ഡിസ്കഷനാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അവസാന ഭാഗത്തെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് തുടങ്ങിയ ഭാഗങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ ഉൾപ്പെടെയുള്ള PDF നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. GKയുടെ ഭാഗത്ത് നിന്നുള്ള ഭാഗങ്ങൾ, ആ ടോപ്പിക്കുകളിലെ ചോദ്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യുകയാണ്. സോ നിങ്ങൾക്ക് ഈ ചർച്ചയിലൂടെ പോകുന്ന സമയത്ത് കഴിഞ്ഞ 10 ദിവസം കൊണ്ട് നമ്മൾ എന്തെല്ലാമാണോ കണ്ടത്, പഠിച്ചത്, ആ ഭാഗങ്ങൾ ഒന്നുകൂടി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു റിവിഷൻ കഴിഞ്ഞു, എക്സാം എഴുതി, ഇനി ഒരു റീ റിവിഷൻ ആയിട്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് എടുക്കാം. അടിവരയിട്ട് ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗങ്ങൾ, കഴിഞ്ഞ 10 ദിവസം പഠിച്ച ഭാഗങ്ങൾ നിങ്ങൾക്ക് എടുത്ത് സൈഡിലോട്ട് മാറ്റിവെക്കാം. സോ സ്റ്റഡി പ്ലാൻ തുടങ്ങിയപ്പോൾ നമ്മൾ എന്തെല്ലാമാണോ നിങ്ങളോട് പറഞ്ഞത്, അതേ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 ദിവസങ്ങളാണ് കഴിഞ്ഞിരിക്കുന്നത്. ഇനിയും ചില ആളുകൾ മെസ്സേജ് അയച്ചു ചോദിച്ചിട്ടുണ്ട്, സാർ ഇനി ചേരാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കാരണം ഡിസംബർ 31 എന്ന് പറയുന്ന ദിവസം അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള ആദ്യഘട്ട സ്റ്റഡി പ്ലാനാണ് നമ്മൾ നടത്തുന്നത്. അത് വളരെ കൃത്യമായി ഫോളോ ചെയ്ത് ഒരു തവണ അവസാനിപ്പിക്കുക. ഇതിനിടയിൽ ചില ബാക്ക്ലോഗുകൾ തീർച്ചയായും വരും. ബിക്കോസ് നമ്മളൊരു ടൈറ്റ് ഷെഡ്യൂളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഇപ്പോഴും വൈകിയിട്ടില്ല. ചേരുക. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണോ അവിടെ നിന്ന് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ഇനിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോകുക. ഇടയ്ക്ക് ചില ഓഫ് ഡേകൾ നമ്മൾ തരുന്നത്. ഇപ്പോൾ ആദ്യ 10 ദിവസത്തിലെ 8ാമത്തെ ദിവസം നമ്മൾ ഒരു ഓഫ് ഡേ ആണ് തന്നത്. ആ ദിവസം എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? വിട്ടുപോയ കാര്യങ്ങൾ പഠിച്ചു തീർക്കാൻ, റിവിഷൻ നടത്താൻ, റീ റിവിഷൻ നടത്താൻ, അല്ലെങ്കിൽ ഒരു ദിവസം വിശ്രമം എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്. സോ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോവുകയാണ്. വളരെ കൃത്യമായി പരീക്ഷ എഴുതി പോവുകയാണ്. പരീക്ഷകളുടെ ഒരു ഡിസ്കഷൻ നമ്മളിവിടെ ആരംഭിക്കാൻ പോവുകയാണ്. കാണുക, എക്സ്ട്രാ പോയിന്റുകൾ എഴുതി വെക്കുക. ടെസ്റ്റിന് വേണ്ടി മാത്രം, ടെസ്റ്റുകൾ എഴുതാൻ വേണ്ടി മാത്രം ഒരു നോട്ട്ബുക്ക് സെപ്പറേറ്റ് ആയിട്ട് കയ്യിൽ വെക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അധികം വൈകാതെ നമുക്ക് നമ്മുടെ ടെസ്റ്റ് ഡിസ്കഷനിലേക്ക് കടക്കാം. കൃത്യമായിട്ട് ചോദ്യങ്ങൾ ഒന്നുകൂടി കാണാൻ ശ്രമിക്കുക. ഏതെങ്കിലും എക്സ്ട്രാ പോയിന്റുകൾ, ഏതെങ്കിലും ഒരു ആഡഡ് പോയിന്റുകൾ നിങ്ങൾക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് താഴെ രേഖപ്പെടുത്താനും മറക്കണ്ട. സോ എല്ലാവർക്കും സ്റ്റഡി പ്ലാനിന്റെ ആദ്യ ടെസ്റ്റിന്റെ ഡിസ്കഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കമ്പനി ബോർഡ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തുടങ്ങിയ ഡിഗ്രി തല പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനിലെ ടെസ്റ്റ് 1ന്റെ ഡിസ്കഷൻ നമ്മൾ ഇതാ ഇവിടെ ആരംഭിക്കുന്നു. ഓക്കെ ആണ് എല്ലാവരും എന്ന് വിചാരിക്കുകയാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ? ശരിയായതേത് എന്നതാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇത് എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട് 2 കാര്യങ്ങൾ. ഒന്ന്, എന്താണ് ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണോ, ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണോ, ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക. ടൈം ലൈൻ ചേർക്കലാണോ, അപ്പൊ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കുക. അതിനുശേഷം അതിൻ്റെ പിന്നെ ഓപ്ഷൻസിലോ ചോദ്യത്തിലോ ഉള്ള കീവേഡുകൾ കണ്ടെത്തുക. ഓക്കെ, നോക്കൂ ഇവിടെ എന്തൊക്കെയാ വരുന്നത്. ദ ഫസ്റ്റ് അറബ് ഇൻവേഷൻ ഏറ്റവും ആദ്യം നമുക്കറിയാം അല്ലെ, ഇന്ത്യയിലേക്ക് നടന്ന അറബ് ഇൻവേഷൻസിന്റെ ഒരു കാലഘട്ടം തുടങ്ങുന്നുണ്ട് അല്ലെ. ഈ അറബ് ഇൻവേഷൻ ഇൻ ടു ഇന്ത്യ വാസ് ഡൺ, ദ ഫസ്റ്റ് വൺ. ഓക്കെ, ദ ഫസ്റ്റ് അറബ് ഇൻവേഷൻ ഇൻ ടു ഇന്ത്യ വാസ് ഡൺ ബൈ മുഹമ്മദ് ബിൻ ഖാസിം ഇൻ 1132 AD എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഈ ചോദ്യങ്ങളുടെ എല്ലാത്തിൻ്റെയും മലയാളം ചോദ്യങ്ങളും നമ്മളുടെ പരീക്ഷയിൽ അവൈലബിൾ ആണ്. നമ്മൾ ഇവിടെ പക്ഷെ എന്ത് ചെയ്യുകയാണ്, ഈ ഭാഗത്ത് നമ്മൾ ഇംഗ്ലീഷ് ചോദ്യങ്ങളുടെ ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചത്. കാരണം എല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു എന്താ പറയുക, ഒരുപാട് സ്ലൈഡുകളും ഒരുപാട് നീളവും എന്ത് ചെയ്യും അതിൽ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തതാണ്, നമ്മൾ അതനുസരിച്ച് ഇതൊന്ന് കുറച്ച് പിടിച്ചിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? മലയാളം
കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യും, പരമാവധി എക്സാമുകളിൽ മലയാളം ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കാറുള്ളത് എന്ന കാര്യം കൂടി എന്ത് ചെയ്യുകയാണ്, ജസ്റ്റ് പറയുകയാണ്. ഈ ഒരു പരീക്ഷയിൽ നമ്മൾ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫസ്റ്റ് എക്സാമിൽ നമ്മൾ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി അങ്ങോട്ട് എന്തായിരിക്കും, മലയാളവും ഇടകലർന്നു കൊണ്ടിട്ടുള്ള പരീക്ഷകളാക്കിയിട്ട് നമ്മൾ മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ശ്രമിക്കും. ഇന്നത്തെ മോഡൽ എക്സാമിൽ മലയാളത്തിൻ്റെ ഭാഗങ്ങൾ കൂടി അതിലുണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇനി അങ്ങോട്ടുള്ള എക്സാമുകൾ എന്ത് ചെയ്യും, നമ്മൾ മലയാളത്തിൻ്റെ ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തും. നമ്മൾ കഴിഞ്ഞ 2-3 എക്സാമുകളുടെ സമയത്ത് പറഞ്ഞ അതേ വാചകം വീണ്ടും നിങ്ങളോട് പറയുകയാണ്. ഇംഗ്ലീഷും മലയാളവും തമ്മിൽ ഒരു കോൺടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് അറിയാം അല്ലേ, റേഡിയസ് എന്നുള്ളതിന് പകരം കെമിസ്ട്രിയിലെ ഒരു ചോദ്യത്തിന് മെയിൻസ് എക്സാമിലെ റേഡിയസ് എന്നതിന് പകരം മലയാളത്തിലേക്ക് പോയപ്പോൾ അത് റേഡിയേഷനായി മാറി. പക്ഷെ ഇംഗ്ലീഷിൽ എന്താണ്, റേഡിയസ് എന്ന് തന്നെ കിടക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പം ഒരു തർക്കം വന്നാൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ നോക്കും എന്നുള്ള PSCയുടെ രീതി എപ്പോഴും എന്ത് ചെയ്യുക, ഓർക്കുക. ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള എബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം, പതുക്കെ പതുക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം. സോ ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടല്ലോ. ഇനി മുഹമ്മദ് ഓഫ് ഗസ്നി ഈസ് റെഫേർഡ് ടു ആസ് ദ ഷാർലമഗൻ ഓഫ് സൗത്ത് ഏഷ്യ. അപ്പോൾ നമ്മുടെ ഗസ്നി ഉണ്ടല്ലോ, മുഹമ്മദ് ഓഫ് ഗസ്നി ഉണ്ടല്ലോ, അദ്ദേഹം അറിയപ്പെടുന്നത് ഷാർലമാൻ ഓഫ് സൗത്ത് ഏഷ്യ എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നു, പറയുന്നു. ആണോ? നോക്കാം. മുഹമ്മദ് ഓഫ് ഗസ്നി അറ്റാക്ട് സോമനാഥ് ടെമ്പിൾ ഇൻ 1025 CE എന്ന് അടുത്ത സ്റ്റേറ്റ്മെന്റ്. ഈ CE എന്ന് പറയുന്നതും അതുപോലെ തന്നെ AD എന്ന് പറയുന്നത് എന്താണ്, ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇതെന്ത് രീതിയാണ്, AD എന്നതിന് ഓൾഡ് രീതിയാണ്. 2-3 ഉൾപ്പെടുത്തിയതേ ഉള്ളൂ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട എന്ന് വെച്ചാൽ 2 ഉൾപ്പെടുത്തിയത്. CE എന്ന് പറഞ്ഞാൽ എന്താണ്, AD എന്നുള്ളത് മാറ്റിയിട്ട് ക്രിസ്ത്യൻ എറ എന്ന് പറയുന്ന രീതിയിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, കൊണ്ടുവന്നത് ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ, റൈറ്റ്. അപ്പോൾ 3 സ്റ്റേറ്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. ഓപ്ഷൻസ് കണ്ടോ, 1 and 2 ഓൺലി, 3 ഓൺലി, 2 and 3 ഓൺലി, 1, 2 and 3 ഓൺലി. നോക്കൂ, നമുക്ക് ഒരു കാര്യം നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അറിയുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഇൻവേഷൻ 1132 ആയിട്ടില്ല. കാരണം നമുക്ക് മുഹമ്മദ് ഗസ്നി, മുഹമ്മദ് ഗോറി, ഇതൊക്കെ നമ്മൾ എന്താണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇവരെല്ലാവരും എന്താണ്, ആയിരങ്ങളുടെ അവിടെ 1000 എന്ന് പറയുന്ന 1001 എന്ന് പറയുന്ന വർഷമൊക്കെ ആകുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഗസ്നിയുടെ വരവൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇൻവേഷൻ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് എന്താണ്, 1132 മുമ്പ് നടന്നിട്ടുണ്ട് എന്നൊരു ലോജിക്ക് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റായിട്ട് വരുന്നുണ്ട്. പക്ഷെ മുഹമ്മദ് ബിൻ ഖാസിം ആണോ? അതെ, മുഹമ്മദ് ബിൻ ഖാസിം ആണ് ആദ്യത്തെ ഇൻവേഷൻ നടന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് കണ്ടാൽ നമുക്കിതിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ, എങ്ങനെയാണ് നമുക്കിതിൽ ചില ഓപ്ഷൻസ് എങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുക അല്ലെ. എലിമിനേഷൻ ടെക്നിക് എന്ന് പറയാറില്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ, നമ്മൾ കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്താണ് എലിമിനേഷൻ ടെക്നിക്ക്? അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലാകുന്നത് കൂടിയിട്ട് നമ്മൾ ആ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എവിടെയൊക്കെ വരുന്നു എന്ന് നോക്കുന്നു, ആ ഭാഗങ്ങളൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താ സംഭവിച്ചേ, 2 ഓപ്ഷൻസ് പോയി. ഇനി 4 ഓപ്ഷൻ നോക്കണ്ട, 2 ഓപ്ഷനെ നോക്കാനുള്ളൂ. അതിൽ തന്നെ നോക്കൂ, അതിൽ 2ലും 3 വരുന്നുണ്ട്. അപ്പൊ 3 എന്താണ്, ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി, കാരണം 2ലും 3 ഉണ്ട്. ഇനി 2 ശരിയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? മുഹമ്മദ് ഓഫ് ഗസ്നി ഈസ് റെഫേർഡ് ടു ആസ് ദ ഷാർലമഗൻ ഓഫ് സൗത്ത് ഏഷ്യ. നോക്കൂ, ആരായിരുന്നു ഈ ഒരു ഷാർലമഗൻ എന്ന് പറയുന്നത്? എൻ്റെ പ്രൊനൗൺസിയേഷനിൽ ചിലപ്പോൾ തെറ്റുണ്ടാകാം, നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഷാർലമഗൻ എന്ന് തന്നെയാണ് എന്താ പറയുക പ്രൊനൗൺസിയേഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു 800 CE ആ ഒരു സമയത്തൊക്കെ സെൻട്രൽ യൂറോപ്പ്, ഇപ്പോൾ യൂറോപ്പ് എനിക്ക് കറക്റ്റായി വരയ്ക്കാൻ പറ്റില്ല, ഇങ്ങനെ യൂറോപ്പ് ഇങ്ങനെ കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കും, നിങ്ങൾ യൂറോപ്പ് ഇങ്ങനെ കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കും. അതിൽ സെൻട്രൽ യൂറോപ്പിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഏതാണ്ട് ഇങ്ങനെ ഇറ്റലിയുടെയും ഇവിടെ ഇത്രയുള്ള ഭാഗത്തിൽ എന്താണ്, രാജ്യങ്ങളെല്ലാം ഒന്നിച്ചു ചേർത്ത് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കിയ ഒരാളായിരുന്നു ആരെന്ന് പറയുന്നത്, നമ്മളുടെ ഈ ഷാർലമഗൻ എന്ന് പറയുന്ന ഇദ്ദേഹം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു വലിയ ഇടം വെട്ടിപ്പിടിച്ച് വലിയ സാമ്രാജ്യം ഉണ്ടാക്കിയ ഒരാൾ എന്നുള്ള തലത്തിലാണ് മുഹമ്മദ് ഗസ്നി എന്ത് ചെയ്യുന്നത്, ഈ പേരിൽ വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഓപ്ഷൻ ഇവിടെ വരുന്നത് ഏതായിരിക്കും? C ആയിരിക്കും ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. 2 and 3 ഓൺലി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി നമ്മളുടെ പരീക്ഷയുടെ അവസാന ഭാഗത്ത് വളരെ വൃത്തിയായിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഡീറ്റെയിൽഡ് സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക. സ്റ്റേറ്റ്മെന്റ് 1 റോങ് ആണ്. കാരണം എന്താ, ഫസ്റ്റ് അറബ് ഇൻവേഷൻ നടത്തിയത് ആര് തന്നെയാണ്? മുഹമ്മദ് ബിൻ ഖാസിം തന്നെയാണ്. പക്ഷെ 712 AD എന്ത് ചെയ്യുന്നു, ഇത് നടന്നു. ഇത് കൈൻഡ് ഓഫ് ഒരു ബിഗിനിങ് ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഒരു എന്തായിരുന്നു, ഒരു തുടക്കമായിരുന്നു. എന്ത് ചെയ്യുകയാണ് ഇദ്ദേഹം, ഇപ്പോഴത്തെ പാകിസ്ഥാനുള്ള സിന്ധ്, നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ മനസ്സിലാവും, കുറച്ച് വെസ്റ്റേൺ ഭാഗത്ത് താഴെ ആയിട്ടുള്ള ഒരു ഭാഗമാണ് സിന്ധ് വരുന്നത്. ഈ സിന്ധ് പ്രവിശ്യയുടെ അവിടേക്കാണ് എന്ത് ചെയ്യുന്നത്,
ഇവരുടെ ഫസ്റ്റ് അറ്റാക്ക് നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്താ സംഭവിക്കുന്നത്? ഇദ്ദേഹം ഒരു ഹിന്ദു റൂളറായിട്ടുള്ള ദാഹിർ ഉണ്ടായിരുന്നു. ഈ പേര് ഓർത്ത് വെക്കണേ. ഹിന്ദു റൂളറായിട്ടുള്ള ദാഹിർ ഉണ്ടായിരുന്നു. ഈ ആളെ എന്ത് ചെയ്യുകയാണ്? തോൽപ്പിക്കുകയാണ്. സിന്ധിനെ എന്ത് ചെയ്യുകയാണ്? ഖലീഫത്തിന്റെ ഭാഗമാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹം മാറ്റുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഇൻവേഷൻ ഇങ്ങോട്ട് തുടങ്ങുന്നതിൻ്റെ ആദ്യ പടിയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? പതുക്കെ ഇന്ത്യയിൽ ആ സമയത്തുണ്ടായിരുന്ന ഹിന്ദു കിങ്ഡങ്ങളാണ് ഉണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവിടേക്ക് എന്ത് ചെയ്യുകയാണ്? ഈ ഒരു ഖലീഫത്തിന്റെ ഭാഗമായിട്ടും അവർ അംഗീകരിക്കുകയൊക്കെ അംഗീകരിക്കുന്നതും അല്ലാത്ത അങ്ങനെ പല പല ആളുകളുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം മുഹമ്മദ് ഗസ്നി ആണെങ്കിലും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? സുൽത്താൻ എന്ന് പറയുന്ന പേര് മുഹമ്മദ് ഗസ്നി സ്വയം എടുക്കുന്നുണ്ട്. ആ സുൽത്താൻ എന്ന് പറയുന്ന പേര് എന്തിനാണ് എടുക്കുന്നത്? ഖലീഫയുടെ അടിയിലൊന്നുമല്ല ഞാൻ എന്നുള്ളത് വ്യംഗ്യമായി സൂചിപ്പിക്കുന്ന ഒരു രീതി കൂടിയാണ് ഈ സുൽത്താൻ എന്ന് പറയുന്നത് എടുക്കുന്നത്. അപ്പൊ അവരുടെ ഉള്ളിൽ തന്നെ എന്തുണ്ടായിരുന്നു? പല പല ഇഷ്യൂസ് നടക്കുന്നുണ്ടായിരുന്നു എന്ന കാര്യം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? മനസ്സിലാക്കുക. എന്താണെങ്കിലും ഫസ്റ്റ് ദ സ്റ്റാർട്ടിങ് ഓഫ് മുസ്ലിം റൂൾ ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഒരു തുടക്കത്തിൽ ആ തുടക്കം കുറിക്കുന്ന ആദ്യ പടിയായിട്ട് ഈ മുഹമ്മദ് ബിൻ ഖാസിമിന്റെ 712 ഇവിടേക്കുള്ള ഇൻവേഷൻ നമ്മൾ കണക്കാക്കുന്നു. ഏത് രാജാവിനെയാണ് തോൽപ്പിച്ചത്? സിന്ധിലെ ദഹിർ എന്ന് പറയുന്ന രാജാവിനെയാണ് തോൽപ്പിച്ചത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? മുഹമ്മദ് ഗസ്നി. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. മുഹമ്മദ് ഗസ്നി ഈ പേരിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത് അല്ലെ. ഷാർലമാഗ്നൻ ഓഫ് സൗത്ത് ഏഷ്യ എന്ന പേരിൽ അറിയുന്നുണ്ട് അല്ലെ. ഹി കണ്ടക്ടഡ് ലാർജ് എക്സ്പെഡിഷൻസ് ആൻഡ് മിലിറ്ററി ക്യാമ്പയിൻസ് ആൻഡ് ക്രിയേറ്റഡ് വാസ്റ്റ് എംപയർ എന്നതുകൊണ്ടാണത് അറിയപ്പെടുന്നത്. തേർഡ് സ്റ്റേറ്റ്മെന്റും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മുഹമ്മദ് ഗസ്നി അറ്റാക്ട് സോമനാഥ് ടെമ്പിൾ ഇൻ 1025 CE. രണ്ട് തലങ്ങളിൽ ഇതിനെ ചരിത്രകാരന്മാർ പറഞ്ഞു. മുഹമ്മദ് ഗസ്നി വിഗ്രഹഭഞ്ജകൻ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാം അല്ലെ. വിഗ്രഹഭഞ്ജകൻ എന്താണ്? വിഗ്രഹഭഞ്ജകൻ അതായത് ആസ് പെർ ഇസ്ലാമിക് എന്താ പറയുക ബിലീഫ്സ് ഐഡിൽ വർഷിപ്പ് എന്താണ്? തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഐഡിൽ ഡിസ്ട്രോയർ വിഗ്രഹഭഞ്ജകൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നുവെന്നും അതുകൊണ്ട് സോമനാഥ് ടെമ്പിൾ എന്ത് ചെയ്തു? അറ്റാക്ക് ചെയ്തു എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വിഭാഗം പറയുന്നുണ്ട്. മറ്റൊരു വിഭാഗം പറയുന്നത് ചരിത്രകാരന്മാരിലായിട്ടുള്ള പണ്ടത്തെ ചരിത്രന്മാരിൽ കൂടുതൽ ആളുകളും പറയുന്നത് എന്താണ്? സോമനാഥ് ടെമ്പിൾ പോലെയുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ ആണ് ഏറ്റവും അധികം നിധിശേഖരങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ കാണിക്ക കൊടുത്തതും അങ്ങനെ ആയിട്ടുള്ള സമർപ്പിച്ചതുമായിട്ടുള്ള സ്വർണവും രത്നവും വജ്രവും പണവും ഒക്കെ ആയിട്ടുള്ള എല്ലാം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് ഓഫ് സ്വത്ത് എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുപോകാൻ സാധിക്കുമെന്നത് അറിഞ്ഞുകൊണ്ടാണ് സോമനാഥ് ടെമ്പിൾ അറ്റാക്ക് ചെയ്തത് എന്നതും ആര് പറയുന്നുണ്ട്? ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഇത് മിക്സ് ഓഫ് ബോത്ത് ആണ് എന്ന അഭിപ്രായമാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്? വിശ്വസനീയമായിട്ട് പുതിയ കാലഘട്ടങ്ങളിൽ പഠനം നടത്തുന്ന പല ആളുകളും പറയുന്നത്. അതായത് കുറച്ച് എന്തുണ്ട്? റിലീജിയസ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്, കുറച്ച് എന്തുണ്ട്? പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുമുണ്ട് എന്ന് ഇതിന് പറയുന്നുണ്ട്. പിന്നെ മുഹമ്മദ് ഗസ്നിയുടെ അറ്റാക്കിന് ശേഷം ഇവിടുത്തെ ആളുകളെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക മതപരിവർത്തനം അങ്ങനെ കാര്യങ്ങളൊന്നും നടന്നതായിട്ട് ചരിത്രകാരന്മാർ പറയുന്നില്ല. നമ്മൾ വായിച്ചു നോക്കുന്നത്, ഞാനിപ്പോൾ ഇതിനു മുമ്പ് കുറച്ച് ഹിസ്റ്റോറിക്കലായിട്ട് ചില പല അഭിപ്രായങ്ങളുണ്ട് കേട്ടോ. ഉണ്ടെന്നും ഇല്ലെന്നും പലതും പറയുന്നുണ്ട്. പക്ഷെ ജനറൽ ആയിട്ടുള്ള കൂടുതൽ അഭിപ്രായങ്ങൾ കേൾക്കുന്ന സമയത്ത് കുറച്ച് ഒരു ജെന്റിൽ ആയിട്ടുള്ള അപ്രോച്ച് ആയിരുന്നു. അവർ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് നമ്മളുടെ നമ്പർ സിസ്റ്റം, അതുപോലെ തന്നെ 0 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലേ, 0 എന്ന് പറയുന്ന കൺസെപ്റ്റ്, നമ്മളുടെ നമ്പർ സിസ്റ്റം മനസ്സിലാവുന്നുണ്ടോ? നമ്പർ സിസ്റ്റങ്ങൾ, ഡെസിമൽ സിസ്റ്റം, നമ്മൾ പിന്തുടരുന്ന ഡെസിമൽ സിസ്റ്റം, ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങളെല്ലാം പഠിക്കുക, അവിടെ കൊണ്ടുപോവുക. നമ്മളുടെ മാത്തമാറ്റിക്സ്, ഫിലോസഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ. അതായത് യുദ്ധത്തിലൂടെയാണെങ്കിലും രണ്ട് കൾച്ചറുകൾ തമ്മിൽ, കൾച്ചർ 1 കൾച്ചർ 2 തമ്മിൽ മിക്സ് ആവുകയാണ് സംഭവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവർ തമ്മിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുകയാണ്? അസിമിലേഷൻസ് നടക്കുന്ന സമയത്ത്, കൊടുക്കൽ വാങ്ങൽ നടക്കുമ്പോൾ ഇവിടുത്തെ പല ഐഡിയാസും അങ്ങോട്ടും അവിടുത്തെ പല ഐഡിയാസും ഇങ്ങോട്ടും വരും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഉറുദു ഉണ്ടായത് എങ്ങനെയാണ്? ഹിന്ദിയും പേർഷ്യനും ഒന്നിച്ചു ചേർന്നിട്ട് ഉണ്ടായിട്ടുള്ള ഒരു മിലിറ്ററി എന്താ പറയുക ക്യാമ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ് ഉറുദു എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഹിന്ദിയിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും പേർഷ്യനിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടി എന്ത് ചെയ്തു? ഒന്നിച്ചു ചേർന്നു അല്ലെ. അപ്പൊ നമ്മൾ പലപ്പോഴും സുൽത്താനേറ്റിന്റെ സമയത്തും മുഗളന്മാരുടെ സമയത്തും ഒക്കെ എന്ത് നടക്കുകയാണ്? അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. പല രാജ്യങ്ങളിലേക്ക് പിന്നീട് അത് വ്യാപിക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടങ്ങളിലെല്ലാം എന്തുകൂടി സംഭവിക്കുന്നുണ്ട്? ഈ രീതിയിൽ ആളുകൾ എന്ത് ചെയ്യുന്നു? പരസ്പരം ഇടപഴകുന്നു. അപ്പൊ ഹിന്ദി ഇതിലേക്ക് മിക്സ് ആവുന്നു, പേർഷ്യൻ ഇപ്പുറത്തേക്ക് മിക്സ് ആവുന്നു. അങ്ങനെ ജനിച്ചൊരു ഭാഷയാണ് ഇത് ഒരു ഉറുദു എന്ന് പറയുന്ന ഭാഷ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു തലത്തിൽ, അത് വെറുതെ യുദ്ധം, ആളുകളെ കൊല്ലൽ എന്നുള്ളൊരു കാര്യം മാത്രമല്ല അവിടെ നടക്കുന്നത്. അവിടെ പല ഘട്ടങ്ങളിലായിട്ട് പല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൾച്ചറൽ അസിമിലേഷൻസ് അല്ലെ, അങ്ങനെ പലതും അവിടെ നടക്കുന്നുണ്ട്. നോക്കൂ, ബാറ്റിൽ ഓഫ് വെയ്ഹിന്ദ് വാസ് എ പിവറ്റൽ ബാറ്റിൽ
fought in 1008 to 1009 AD between the forces of Mahmud of Ghazni and Confederacy of Indian rulers. Indian rulers ന്റെ ഒരു കൂട്ടം മനസ്സിലാവുന്നുണ്ടോ? ലെഡ് ബൈ ആനന്ദപാല, ദ ഹിന്ദു ഷാഹി കിങ്. ഹിന്ദു ഷാഹി കിങ് ആയിട്ടുള്ള എന്ത് ചെയ്യുകയാണ്? ആനന്ദപാല നേതൃത്വത്തിൽ കുറച്ചധികം റൂളേഴ്സ് ഒന്ന് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മുഹമ്മദ് ഗസ്നിക്കെതിരെ നടത്തിയ യുദ്ധമാണ് ബാറ്റിൽ ഓഫ് വഹിന്ദ് എന്ന പേരിലും അറിയപ്പെടുന്നത്. മുഹമ്മദ് ഗസ്നി അറ്റാക്ട് കനോജ്. കനോജ് പണ്ടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാർ തമ്മിൽ തല്ലിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു കാനോജ് എന്ന് പറയുന്നത് അല്ലെ. കാനോജ് 1018 AD എന്ത് ചെയ്തിട്ടുണ്ട്? അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇത് പ്രധാനമാണ്, പ്രധാനപ്പെട്ട അറ്റാക്കുകൾ ഓർത്തുക. ഇപ്പൊ സോമനാഥ് ടെമ്പിൾ 1025, കാനോജ് 1018, ബാറ്റിൽ ഓഫ് വഹിന്ദ് 1008, 1009 സമയം. മനസ്സിലാവുന്നുണ്ടോ? ഈ കനോജിന്റെ അറ്റാക്ക് ക്യാമ്പയിൻ ദാറ്റ് റിസൾട്ടഡ് ഇൻ ദ ഡിക്ലൈൻ ഓഫ് പ്രതിഹാര ഡൈനാസ്റ്റി. കാരണം കാനൂജ് കൺട്രോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെയധികം എന്താ പറയുക പ്രധാനപ്പെട്ട പോയിന്റ് ആയിരുന്നു കാനൂജ്. മനസ്സിലാവുന്നുണ്ടോ? പ്രതിഹാര ഡൈനാസ്റ്റിയുടെ ഡിക്ലൈൻ ഇത് കാരണമാകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആ സമയത്ത് കാനൂജ് അറ്റാക്കിന്റെ സമയത്ത് കാനൂജിന്റെ റൂളർ ആരായിരുന്നു? അത് രാജ്യപാല ആയിരുന്നു. രാജ്യപാല ആയിരുന്നു. ആനന്ദപാല ബാറ്റിൽ ഓഫ് വഹിന്ദിന്റെ സമയത്ത് ഈ ഇന്ത്യൻ റൂളേഴ്സിന്റെ കോൺഫെഡറസിയെ നയിച്ച ആളായിരുന്നു. രാജ്യപാല എന്ന് പറയുന്നത് ഏതാണ്? പ്രതിഹാര ഡൈനാസ്റ്റിയുടെ രാജാവ് ആ സമയത്ത് ഇദ്ദേഹമായിരുന്നു. 1018 മുഹമ്മദ് ഗസ്നി അറ്റാക്ട് മധുര, ഡിഫീറ്റിംഗ് എ കോയിലിഷൻ ഓഫ് ലോക്കൽ റൂളേഴ്സ് ലെഡ് ബൈ ചന്ദ്രപാല. സോ ചന്ദ്രപാല, രാജ്യപാല, ആനന്ദപാല, 3 പേരുകൾ നമ്മൾ എന്താണ് ഓർത്ത് വെച്ചത്? ആനന്ദപാല ഷാഹി കിങ് ആയിരുന്നു, ബാറ്റിൽ ഓഫ് വഹിന്ദുമായി ചേർത്ത് പഠിക്കുക. രാജ്യപാല പ്രതിഹാര ഡൈനസ്റ്റിയുടെ റൂളർ ആയിരുന്നു, കനൂജിന്റെ റൂളർ ആയിരുന്നു. അവിടെ കനൂജ് അറ്റാക്കാണ് നടത്തിയത്. ചന്ദ്രപാല മധുരയുടെ അറ്റാക്ക് എന്താ പറയുക ഗസ്നി നടത്തിയ സമയത്ത് ഉണ്ടായിരുന്ന രാജാവായിരുന്നു. മനസ്സിലായല്ലോ? കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഈ ഭാഗങ്ങൾ ഓർത്തിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. റൈറ്റ്, അടുത്ത ഭാഗത്തേക്ക് പോയാലും നമുക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്താ പറയുക ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നോക്കൂ അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്, നോക്കൂ ഗസ്നിയെക്കുറിച്ച്, ഗസ്നിയുടെ മറ്റ് പല പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല പല കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. ഇപ്പോൾ ഫിർദോസിയെ കുറിച്ചോ അൽബിറൂനിയെ കുറിച്ചൊക്കെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ എല്ലാവരെയും കുറിച്ചും പറഞ്ഞു പോയാൽ നമ്മളുടെ ചർച്ച തീരില്ല. നമ്മൾ ഇപ്പോൾ നിലവിലുള്ള ക്വസ്റ്റ്യൻസിന്റെ കാര്യങ്ങളിൽ എക്സ്ട്രാ പോയിന്റുകളും പഠിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുകയാണ്? മുന്നോട്ട് പോകാനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? ആ രീതിയിൽ പഠിച്ച് എക്സ്ട്രാ പോയിന്റ്സ് എഴുതി വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇനി അടുത്ത ടെസ്റ്റിൽ എന്ത് ചെയ്യും? നമ്മൾ വിട്ടുപോയ മറ്റു ഭാഗങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കും, ഫുൾ ടെസ്റ്റുകളിൽ ചോദിക്കും. അവിടെ എന്ത് ചെയ്യാം? നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ചയ്ക്ക് എടുക്കാം. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ? കിങ് ജയചന്ദ്രൻ refused to support Prithviraj Chauhan in the second battle of Tarain, which led to Ghori's victory എന്ന് പറയുന്നു. അതായത് ജയചന്ദ്രൻ എന്ന് പറയുന്ന രാജാവ് പൃഥ്വിരാജ് ചൗഹാനെ പിന്തുണച്ചില്ല, പകരം എന്ത് ചെയ്തു? ഘോറിയുടെ വിക്ടറിക്ക് കാരണമാകുന്ന രീതിയിലാണ് നിലനിന്നത് സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈനിൽ എന്ന് പറയുന്നു. മുഹമ്മദ് ഘോറി entrusted his Indian territories in the hands of Qutbuddin Aibak before returning from India. ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഖുത്തബുദ്ദീൻ ഐബക്കിനെ തൻ്റെതായിട്ടുള്ള ഇന്ത്യൻ ടെറിട്ടറികൾ ഏൽപ്പിച്ചിട്ടാണ് മുഹമ്മദ് ഘോറി പോയത് എന്ന് പറയുന്നു. നമുക്കറിയാം, ചരിത്രപരമായി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. 2 സ്റ്റേറ്റ്മെന്റുകളും ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് അല്ലെ. സ്റ്റേറ്റ്മെന്റ് 2 ഈസ് റോങ് അല്ല കേട്ടോ, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് റൈറ്റ്. അതെന്താണ്? ശരിയാണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് റൈറ്റ് കേട്ടോ. എന്തോ ഒരു തെറ്റ് പറ്റിയതാണ്, അത് നിങ്ങൾ കണക്കാക്കണ്ട. നോക്കൂ, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. അപ്പൊ ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ജയചന്ദ്രൻ എന്ന് പറയുന്ന ഇദ്ദേഹമാണ് അടിസ്ഥാനപരമായിട്ട് എന്ത് ചെയ്യുന്നത്? 1190കളുടെ തുടക്കത്തിൽ ഈ മുഹമ്മദ് ഘോറിയെ ഇങ്ങോട്ട് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇദ്ദേഹവും എന്താ പറയുക, ഇദ്ദേഹത്തിന്റെ പേര്, അതായത് മുഹമ്മദ് ഘോറി എന്ത് ചെയ്യുന്നുണ്ട്? അഫ്ഗാനിസ്ഥാനിന്റെ ഭാഗത്താണ് ഇദ്ദേഹവും ഒരു ഭാഗം ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിനെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. ആരാ വിളിക്കുന്നത്? ഈ ജയചന്ദ്രൻ എന്ന് പറയുന്ന ഇദ്ദേഹം. കാരണം എന്താണ്? ഈ ജയചന്ദ്രന് പൃഥ്വിരാജ് ചൗഹാന് താല്പര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ എന്താ പറയുക കാര്യങ്ങൾ തീർക്കാൻ എന്ത് ചെയ്യുകയാണ്? പുറത്തു നിന്ന് ആൾക്കാരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നിട്ട് എന്താണ് കൊണ്ടുവരികയാണ്. അതിനുശേഷം സംഭവിക്കുന്ന വലിയൊരു പ്രശ്നം എന്താ? അത് ഉടനെ കാണാൻ പറ്റും. അപ്പൊ ജയചന്ദ്രൻ എന്ത് ചെയ്യുകയാണ്? പൃഥ്വിരാജ് ചൗഹാനെതിരായിട്ട് ഇദ്ദേഹത്തെ മുഹമ്മദ് ഘോറിയെ ഇങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പലപ്പോഴും ചരിത്രത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് പറയാറുണ്ട് മുസ്ലിംസ് വേഴ്സസ് ഹിന്ദുസ് എന്നുള്ള രീതിയിൽ ഇതിനെ എപ്പോഴും ഡിപിക്ട് ചെയ്യാറുണ്ട്. ഈ മുസ്ലിം ഇൻവേഷനെ, മുഗളന്മാരെ, ഡൽഹി സുൽത്താനത്തിനെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. മുഗൾസിന്റെ ആണെന്നുണ്ടെങ്കിലും മുഗളന്മാരായിട്ടുള്ള ആളുകളുടെ സദസ്സിലാണെന്നുണ്ടെങ്കിലും സുൽത്താനേത്തിന്റെ ഭാഗമാണെങ്കിലും പലയിടങ്ങളിലും എന്താണ് ഇരുപക്ഷത്തും ഉണ്ടായിരുന്ന സൈന്യാധിപന്മാര്, കക്ഷികളായിട്ട് ഒപ്പം നിൽക്കേണ്ട അലൈസ്, ഇതിലെല്ലാം എന്താണ്? മിക്സ്ഡ് ആണ്.
ഇപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിലും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളും ഹിന്ദുക്കളായിട്ടുള്ള ആളുകളൊക്കെ എന്താണ് മിക്സ് ചെയ്തിട്ട് യുദ്ധം നടന്നിട്ടുണ്ട്. അല്ലാണ്ട് ഇതൊരു ഹിന്ദു മുസ്ലിം സംഘടനമായിരുന്നില്ല. നോക്കൂ, അതിൻ്റെ ഇടയിൽ റിലീജിയസ് ആയിട്ടുള്ള തലങ്ങളിൽ കാര്യങ്ങൾ ചെയ്തിരുന്ന ആളുകളും ഭരണാധികാരികളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഇല്ലെന്ന് പറയല്ല. പക്ഷെ ഒരൊറ്റ എന്താ പറയുക ജനറൽ ആയിട്ടുള്ള ഒരു കാർപ്പറ്റ് ബോംബിംഗ് നടത്തുന്ന പോലെ എന്താണ് ഇത് കംപ്ലീറ്റ് ഹിന്ദു മുസ്ലിം ആയിരുന്നു എന്ന് പറയുന്ന ചില രീതികൾ കാണുന്നുണ്ട്. അതല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഹിസ്റ്ററി കൃത്യമായി വായിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ സത്യാവസ്ഥകൾ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള സിനാരിയോ ആയിരുന്നു. ഇപ്പൊ തന്നെ നമ്മൾ ഇന്നത്തെ കാലത്ത് അറിയില്ലേ, ഇന്നും നാളെയും എന്താ പറയുക രണ്ട് പാർട്ടി ഒരുമിച്ച് നിൽക്കും. ഇപ്പൊ പണ്ട് കാലത്ത് കോൺഗ്രസ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന സമയത്ത് എങ്ങനെയുണ്ടായിരുന്നത്, കോൺഗ്രസ് ഭയങ്കര സ്ട്രോങ് ആയിരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ എന്താ പറയുക BJPയുടെ പണ്ടത്തെ ആൾക്കാരുടെ ജനസംഘവും ഒന്നിച്ചു ചേർന്നിട്ട് എന്താ പറയുക കോയിലിഷൻസ് ഉണ്ടാക്കിയിട്ട് കോൺഗ്രസിനെ എതിർത്തിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ BJP ആണ് എന്ത് ചെയ്യുന്നത്, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പൊ BJP സ്ട്രോങ് നിൽക്കുമ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണ് ഒന്നിച്ചേർത്ത് BJP എതിർക്കുന്നുണ്ട്. നാളുടെ സമയത്ത് വേറൊരെണ്ണം ഇതുപോലെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇന്ന് തമ്മിൽ തരുന്ന ആളുകൾ ഒന്നിച്ചു കൂടിയിട്ട് അവരെ എതിർക്കാൻ പോകും. മനസ്സിലാകുന്നുണ്ടോ? സോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അധികാരമൊക്കെ വരുന്ന സമയത്ത് എന്താണ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് കാര്യങ്ങൾ പോവുക. മനസ്സിലാവും? അതിനെ ഏതെങ്കിലും ഒരു ജാതി ഏതെങ്കിലും ഒരു മതം എന്നുള്ള തലത്തിൽ മാത്രമായിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, കാണരുത്. അഗൈൻ ടെൽ യു, മതപരമായ രീതിയിൽ വളരെയധികം ഇൻടോളറന്റ് ആയിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു. മനസ്സിലാവുണ്ട്? അതും നമ്മൾ എന്ത് ചെയ്യണം, അംഗീകരിക്കണം. അപ്പം ചരിത്രത്തെ ചരിത്രമായിട്ട് കാണുക, അല്ലാണ്ട് എന്ത് ചെയ്യരുത്, വളച്ചൊടിച്ചിട്ട് എന്ത് ചെയ്യരുത്, കാണാനായിട്ട് ശ്രമിക്കരുത് എന്നൊന്നും സൂചിപ്പിച്ചതാണ്. അപ്പോൾ ജയചന്ദ്രൻ പൃഥ്വിരാജ് ചൗഹാന്റെ എതിരായിട്ടുള്ള ഒരു ഇഷ്യൂ കാരണം എന്ത് ചെയ്തു, ഹി റെഫ്യൂസ് ടു സപ്പോർട്ട് ഹിം which was a major factor in Prithviraj's defeat in 1192 AD. ഇത് വളരെ കൃത്യമായിട്ട് ഓർക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ കൃത്യമായിട്ട് ഓർക്കണം. അപ്പോൾ രണ്ട് കാര്യം ഓർക്കണം നിങ്ങൾ. ഒന്നാമത്തേത് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ യുദ്ധത്തിന്റെ കാര്യം പല തവണയായിട്ട് എന്താണ് ചോദ്യം വന്നിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു യുദ്ധത്തിന്റെ കാര്യം. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, മറക്കാതെ ഓർത്തിരിക്കാൻ ശ്രമിക്കും. കാരണം ജയചന്ദ്രൻ വിളിച്ചുകൊണ്ടുവരുന്നു, ഇവിടെ വരുന്നു, യുദ്ധമൊക്കെ എന്ത് ചെയ്തു, ജയിച്ചു, ഓക്കെ, എന്തായി, സമാധാനമായി. അതായത് ബാറ്റിൽ ഓഫ് ടെറൈൻ കഴിഞ്ഞു. ആദ്യം 1191 നടക്കുന്നത്, 1191 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ നടക്കുന്നത് ഇപ്പൊ. ഇനി ഇത് ബാറ്റിൽ ഓഫ് നമ്മളുടെ ടെറൈൻ എന്നുള്ളത് മാറ്റിയിട്ട് ഒരു പ്രോപ്പർ ഹിന്ദി വേർഡ് എടുക്കുക, അത് തനേശ്വർ എന്നാണ്. മനസ്സിലാവുണ്ടോ? തനേശ്വർ, ബാറ്റിൽ ഓഫ് തനേശ്വർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്, ബാറ്റിൽ ഓഫ് ടെറൈൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ 1191 യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാനാണ് വിജയിക്കുന്നത്. പൃഥ്വിരാജ് ചൗഹാൻ വിജയിച്ചിട്ട് അദ്ദേഹം മുഹമ്മദ് ഗോറി എന്ത് ചെയ്യും, അദ്ദേഹം തിരിച്ചു പൊക്കോളാൻ പറയും, വെറുതെ വിട്ടിട്ട് പൊക്കോളാൻ പറയും. അതിനുശേഷം എന്ത് സംഭവിക്കുകയാണ്, അതിനുശേഷം മുഹമ്മദ് ഗോറി ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ ജയചന്ദ്രനായിട്ടുള്ള ആൾക്കാർ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നീട് രണ്ടാമത്തെ ബാറ്റിൽ ഓഫ് ടെറൈൻ അടുത്ത വർഷം വരികയും അതിനുശേഷം എന്ത് സംഭവിക്കുകയാണ്, യുദ്ധത്തിൽ ഇദ്ദേഹം പൃഥ്വിരാജ് ചൗഹാൻ എന്ത് ചെയ്യുകയാണ്, പിന്നീട് കൊല്ലപ്പെടുകയൊക്കെയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് കൃത്യമായിട്ട് ഓർക്കുക. ഇനി അതിനുശേഷം കുറച്ച് തൊട്ട് 2 വർഷം കഴിയുമ്പോൾ 1194 ജയചന്ദ്രനും മുഹമ്മദ് ഗോറിയും തമ്മിൽ എന്ത് ചെയ്യും, പ്രശ്നമാവും. മനസ്സിലാവുന്നുണ്ടോ? മുഹമ്മദ് ഗോറി എന്ത് ചെയ്യുകയാണ്, അദ്ദേഹം ജയചന്ദ്രനെ എന്ത് ചെയ്യും, ആ യുദ്ധത്തിൽ ബാറ്റിൽ ഓഫ് ചന്ദേവാറിൽ എന്ത് ചെയ്യുകയാണ്, 1194 ഈ ജയചന്ദ്രനെ മുഹമ്മദ് ഗോറി തന്നെ എന്ത് ചെയ്യുകയാണ്, ആക്രമിക്കുകയും തോൽപ്പിക്കുകയും ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അധിക കാലഘട്ടം എന്ത് ചെയ്യുന്നില്ല, സന്തോഷമൊന്നും ഉണ്ടായില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതുകൂടി ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇത് സ്റ്റേറ്റ്മെന്റ് 2 റോങ് അല്ല, സ്റ്റേറ്റ്മെന്റ് 2 റൈറ്റ് ആണ്. മുഹമ്മദ് ഗോറി ആരെയാണ് ഏൽപ്പിക്കുന്നത്, തന്റെ പണ്ട് അടിമയായിരുന്ന പിന്നീട് റാങ്കിൽ കയറി മുന്നോട്ട് വന്ന കുത്തബുദ്ദീൻ ഐബക്ക്, അല്ലെ, കുത്തബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന ജനറൽ എന്ത് ചെയ്യുകയാണത്, ഏൽപ്പിക്കുകയാണ്. ബിഫോർ റിട്ടേണിംഗ് ഫ്രം ഇന്ത്യ, ഐബക്ക് വാസ് എ ഫോർമർ സ്ലേവ്, പണ്ടത്തെ അടിമയായിരുന്നു. ദെൻ ഹി റോസ് ടു ബിക്കം എ ട്രസ്റ്റഡ് കമാൻഡർ ആൻഡ് വാസ് responsible for consolidating Ghori's conquest, eventually founding the Delhi Sultanate after മുഹമ്മദ് ഗോറിയുടെ മരണത്തിന് ശേഷം ഡൽഹി സുൽത്താനേറ്റിന് ആരംഭം കുറിച്ച കുത്തബുദ്ദീൻ ഐബക്കിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് മുഹമ്മദ് ഗോറി ഇവിടെ നിന്ന് തിരിച്ച് പോകുന്നത്. ഓക്കെ അല്ലേ? രണ്ട് കാര്യങ്ങൾ അറിയാം. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് അല്ല, ശരിയാണ് എന്ന് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കൂ, അടുത്ത ചോദ്യം നോക്കൂ. ജലാലുദ്ദീൻ ഖിൽജി വാസ് ദ മിനിസ്റ്റർ ഓഫ് വിച്ച് സുൽത്താൻ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ജലാലുദ്ദീൻ ഖിൽജിയുടെ ഒരു പ്രത്യേകത? നോക്കൂ, ജലാലുദ്ദീൻ ഖിൽജിയാണ് ഖിൽജി ഡൈനാസ്റ്റിയുടെ ഫോണ്ടർ. മനസ്സിലാവുന്നുണ്ട്? ജലാലുദ്ദീൻ ഖിൽജിയാണ് എന്തിന്റെ ഫോണ്ടർ, ഖിൽജി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഏത് സുൽത്താന്റെ മിനിസ്റ്റർ ആയിരുന്നു എന്ന് ചെറുതായിട്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചിലപ്പോൾ ഊഹിക്കാനായിട്ട് എന്ത് ചെയ്യും സാധിക്കും. ആരായിരുന്നു? ജലാലുദ്ദീൻ ഖിൽജി വാസ് ദ മിനിസ്റ്റർ ഓഫ് ലാസ്റ്റ് മാമുലുക് സുൽത്താൻ, ഏറ്റവും അവസാനത്തെ മാമുലുക് സുൽത്താൻ ആയിട്ടുണ്ടായിരുന്ന, അടിമ വംശം എന്ന് നമ്മൾ പറയില്ലേ, മാമുലുക്സ് എന്ന് പറയില്ലേ, മാമുലുക് സുൽത്താൻ ആയിരുന്ന ആരാണ്? മുയിസുദ്ദീൻ ഖ്വായ്ബാബാദ്. ആരാണ്? മുയിസുദ്ദീൻ ഖ്വായ്ഖാബാദിന്റെ
മിനിസ്റ്റർ ആയിരുന്നു ആരെന്ന് പറയുന്നത് ജലാലുദ്ദീൻ ഖിൽജി. മനസ്സിലാവുന്നുണ്ടോ? ബിഫോർ ഫോണ്ടിങ് ദ ഖിൽജി ഡൈനാസ്റ്റി ഹി ഹെൽഡ് സെവറൽ കീ പൊസിഷൻസ് വിത്തിൻ മാമുലുക് അഡ്മിനിസ്ട്രേഷൻ. അദ്ദേഹം ചീഫ് ഓഫ് റോയൽ ബോഡി ഗാർഡ് ആയിരുന്നു, സാരി ജന്ദാർ എന്ന് പറയും, ഗവർണർ ഓഫ് ദ ഫ്രണ്ടിയർ പ്രൊവിൻസ് ഓഫ് സമാന വേർ ഹി സക്സസ്ഫുള്ളി ഫോട്ട് അഗെയിൻസ്റ്റ് മംഗോൾ ഇൻവേഷൻസിന്റെ അഗെയിൻസ്റ്റ്. നമുക്കറിയാം അല്ലേ, മംഗോൾ ഇൻവേഷൻ മാമുലുക്സിന്റെ സമയത്ത് നടക്കുന്നുണ്ട്. മിനിസ്റ്റർ ഓഫ് വാർ അതാണ് അരിസി മുമാലിക് എന്ന് പറയും. മനസ്സിലാവുന്ന മിനിസ്റ്റർ ഓഫ് വാർ ആയിരുന്നു അദ്ദേഹം ആഫ്റ്റർ ബീങ് സമ്മൺ ടു ഡൽഹി ബൈ സുൽത്താൻ ഖ്വയ്ക്കാബാദ്. ഈ ഖ്വയ്ക്കാബാദ് അട്ടിമറിച്ച് ഖ്വയ്ക്കാബാദ്. പിന്നെ റീജന്റ് ആയിരുന്നു. മനസ്സിലാണ്? ബ്രീഫ്ലി റൂളിംഗ് ഓൺ ബിഹാഫ് ഓഫ് ഖ്വയ്ക്കാബാദ്സ് ഇൻഫന്റ് സൺ. ഖ്വയ്ക്കാബാദിന് ഒരു മകൻ ഉണ്ടായിരുന്നു. ആരായിരുന്നു? ഷംസുദ്ദീൻ കായുമാർ. മനസ്സിലാണ്? ഷംസുദ്ദീൻ കായുമാർ ആഫ്റ്റർ ഖ്വയ്ക്കാബാദ് ബിക്കെയിം പാരലൈസ്. ഖ്വയ്ക്കാബാദ് പാരലൈസ്ഡ് ആയതിനു ശേഷം റീജന്റ് ആയിട്ട് ഇദ്ദേഹം കുറച്ചു കാലം ഭരിച്ചു. ഈ സമയത്താണ് മൂപ്പർ എന്ത് ചെയ്യുന്നത്? പതുക്കെ അട്ടിമറിക്കുള്ള കാര്യങ്ങൾ തുടങ്ങുന്നത്. അതിനുശേഷം അവസാനം എന്ത് ചെയ്യുകയാണ്? ജലാലുദ്ദീൻ എന്ത് ചെയ്തു? ഹി ഫൈനലി ഓവർ ത്രൂ ദ മാമുലുക്സ്. അടിമ വംശത്തിനെ എന്ത് ചെയ്യുകയാണ്? അട്ടിമറിക്കുകയാണ്. കില്ലിംഗ് ഖ്വയ്ക്കാബാദ്, ഖ്വയ്ക്കാബാദിനെ കൊല്ലുന്നു. ആൻഡ് ഡിപ്പോസിങ് കായുമാർസ്. ഈ കായുമാർ ഷംസുദ്ദീൻ കായുമാർസ് ഇല്ലേ, ഇദ്ദേഹമായിരുന്നു ഖ്വയ്ക്കാബാദിന് ശേഷം ശരിക്കും അടിമവംശത്തിന്റെ അടുത്ത രാജാവ് സുൽത്താൻ ആകേണ്ടിയിരുന്നത്. ആ ആളെ എന്ത് ചെയ്യുന്നു? ആ ആളെയും സൈഡിലോട്ട് മാറ്റിയിട്ട് ഹി അസെൻഡ് ദ ത്രോൺ ആൻഡ് എസ്റ്റാബ്ലിഷ് ദ ഖിൽജി ഡൈനാസ്റ്റി ഇൻ 1290 വർഷത്തിൽ ഖിൽജി ഡൈനാസ്റ്റി ഇദ്ദേഹം ആരംഭിക്കുകയാണ്. കൃത്യമാണല്ലോ? സംശയങ്ങളൊന്നുമില്ലെന്ന് കൃത്യമായിട്ട് വിചാരിക്കുകയാണ്. സോ മുയിസുദ്ദീൻ ഖ്വയ്ക്കാബാദിന്റെ മിനിസ്റ്റർ ആയിരുന്നു ജലാലുദ്ദീൻ ഖിൽജി. അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ നോട്ട് ട്രൂ? കണ്ടോ, ഇത്രയും നേരം ശരിയായിട്ടുള്ള ചോദിച്ചു, ഇപ്പൊ നോട്ട് ട്രൂ ആണ് ചോദിക്കുന്നത്. കിങ്ഷിപ്പ് നോസ് നോ കിൻഷിപ്പ് ഈസ് ദ തിയറി ഓഫ് അലാവുദ്ദീൻ ഖിൽജി. The last major ruler of Khilji dynasty was Mubarak Shah. രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത് അല്ലെ. നോക്കൂ, സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. നോക്കൂ, അലാവുദ്ദീൻ ഖിൽജി കൈൻഡ് ഓഫ് എന്താണ്, ഏതൊരാൾക്കും കഴിവുണ്ടെങ്കിൽ കയറി മുന്നോട്ട് വരാം എന്നുള്ള ഒരു രീതി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു രീതിയാണ്. അതുപോലെ തന്നെ അലാവുദ്ദീൻ ഖിൽജിയും ഇതുപോലെ തന്നെ ഭയങ്കര ഗ്രേ ഷെയ്ഡുള്ള ഒരാളാണ്. ഒരു സമയത്ത് ആളെ ഭയങ്കരമായിട്ട് എന്താണെന്ന് നമുക്കറിയാം, പുതിയ സിനിമകളിൽ ആളെ വലിയ രീതിയിൽ ഒരു എന്താ പറയുക, റിലീജിയസ് ആയിട്ടുള്ള ഒരു ഫാനറ്റിക് എന്നുള്ള തലത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ കുറെ ആളുകൾ, ചരിത്രകാരന്മാർ അങ്ങനെ മാത്രം കാണാനാവില്ല, ആ രീതിയിൽ കാണാനാവില്ല, സെക്യുലർ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലും കാണുന്നുണ്ട്. അഗെയിൻ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. സോ കിങ്ഷിപ്പ് നോസ് നോ കിൻഷിപ്പ് ഇസ് എ തിയറി അസോസിയേറ്റഡ് വിത്ത് അലാവുദ്ദീൻ ഖിൽജി, സിഗ്നിഫൈയിങ് ദാറ്റ് ഹിസ് റൂൾ വാസ് സെക്യുലർ ആൻഡ് ദാറ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് were paramount, overriding familial ties. അദ്ദേഹം മുസ്ലിം സമുദ്രഗുപ്ത ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അലാവുദ്ദീൻ ഖിൽജി ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? സമുദ്രഗുപ്ത ഓഫ് മുസ്ലിം ഇന്ത്യ, അല്ലെങ്കിൽ മുസ്ലിം സമുദ്രഗുപ്ത ഓഫ് ഇന്ത്യ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഫസ്റ്റ് മുസ്ലിം റൂളർ ടു കീപ് എ സ്റ്റാൻഡിങ് ആർമി, ഒരു സ്റ്റാൻഡിങ് സ്ഥിരമായിട്ടുള്ള ഒരു എന്താ പറയുക, പടയാളികളെ, ഒരു സൈന്യത്തിനെ നിലനിർത്തുന്ന ആദ്യത്തെ മുസ്ലിം റൂളറും ആര് തന്നെയായിരുന്നു? ഇദ്ദേഹമായിരുന്നു. ഇനി അലാവുദ്ദീൻ ഖിൽജിയുമായി ബന്ധപ്പെട്ടിട്ട് കുറെ അധികം എന്താണ് കാര്യങ്ങൾ, ഇപ്പൊ സെക്കൻഡ് അലക്സാണ്ടർ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന ആളായിരുന്നു ഇദ്ദേഹം. സെക്കൻഡ് അലക്സാണ്ടർ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന ആളാണ്. കാരണം വാസ്റ്റ് എമൗണ്ട് ഓഫ് ഏരിയകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹം പിടിച്ചടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അലാവുദ്ദീൻ ഖിൽജിയുമായി ഓർക്കേണ്ട മറ്റ് 2 പേരുകളുണ്ട്. ആരാണ്? ഒന്ന് മാലിക് കാഫൂർ. ഈ മാലിക് കാഫൂർ ആയിരുന്നു സൗത്ത് ഇന്ത്യയിലേക്ക് പട നയിച്ച ഇദ്ദേഹത്തിന്റെ സൈന്യാധിപൻ. ഇദ്ദേഹം, ഈ മാലിക് കഫൂർ എന്താ പറയുക, ഇദ്ദേഹത്തിന്റെ ഒരു പാർട്ട്ണർ ആയിരുന്നു എന്ന തലത്തിലും എന്താണ് ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ള തലത്തിലും ഹിസ്റ്റോറിക്കലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാലിക് കഫൂറിന്റെ ചതിയാണ്, പിന്നീട് നടത്തിയ ബിട്രയലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഖിൽജി ഡൈനാസ്റ്റിയുടെ അവസാനത്തെ എന്ത് ചെയ്യാൻ, തകർച്ചയ്ക്ക് കാരണം എന്നും എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സൗത്തിലേക്കുള്ള എന്താ പറയുക, യുദ്ധം നയിച്ച അലാവുദ്ദീൻ ഖിൽജിയുടെ ജനറൽ ആയിരുന്നു, മിലിറ്ററി കമാൻഡർ ആയിരുന്നു മാലിക് കഫൂർ എന്ന് ആലോചിക്കുക. മാലിക് കഫൂറിന് ശേഷം പിന്നെ ഓർക്കേണ്ട മറ്റൊരാളാരാണ് അലാവുദ്ദീൻ ഖിൽജിയുടെ സമയത്ത്? അമീർ ഖുസ്റാവു അല്ലെ. അമീർ ഖുസ്റാവു, ഉറുദു ഹോമർ, ഫാദർ ഓഫ് ഉറുദു ലാംഗ്വേജ് അല്ലെ, പാരറ്റ് ഓഫ് ഇന്ത്യ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന അമീർ ഖുസ്റാവുവും ആരുടെ സദസ്സിൽ ഉണ്ടായിരുന്നു? ഇദ്ദേഹത്തിന്റെ സദസ്സിൽ, അലാവുദ്ദീൻ ഖിൽജിയുടെ കോർട്ടിൽ ഉണ്ടായിരുന്ന പോയറ്റ് ആയിരുന്നു എന്ന കാര്യം ഓർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ അല്ലെ. ലൈല മജ്നു അല്ലെ, തുഗ്ലക് നാമ അല്ലെ, ഈ തരത്തിലുള്ള വളരെ ഐനി സിക്കന്ദരി അല്ലെ, ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട കൃതികൾ എഴുതിയിട്ടുള്ള ഒരാൾ കൂടിയാണ് അമീർ ഖുസ്റാവ്. ഓർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഖുതബുദ്ദീൻ മുബാറക് ഷാ
sometimes called Mubarak Khan, was the last major ruler of Khilji dynasty. Khilji dynasty അവസാനത്തെ പ്രധാനപ്പെട്ട റൂളർ ഖുതബുദ്ദീൻ മുബാറക് ഷാ ആയിരുന്നു. His rule ended in 1320 when he was murdered by his commander Khusro Khan. അതാണ് Khusro Khan, which led to the end of dynasty and rise of Tughlaq dynasty. മനസ്സിലാവുണ്ടോ? അപ്പോൾ തുഗ്ലക് ഡൈനാസ്റ്റിയുടെ തുടക്കത്തിലാണ് എന്ത് ചെയ്തു, ഈ ഖുസ്രോ ഖാനെ അങ്ങോട്ട് തട്ടി. മനസ്സിലാവുണ്ടോ? 1320 ഖുസ്രോ ഖാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ അവസാനത്തെ റൂളറായിട്ടുള്ള ഖുതബുദ്ദീൻ മുബാറക് ഷായെ അട്ടിമറിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ അട്ടിമറിച്ചത് ഇദ്ദേഹത്തെ വധിച്ചു. പണ്ട് അങ്ങനെയാണല്ലോ അധികാരം എടുക്കുക വെച്ചാൽ വധിച്ചുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഖുസ്രോ ഖാൻ ഇദ്ദേഹത്തിനെ വധിക്കും. ഖുസ്രോ ഖാൻ ആര് വധിക്കും? ഗിയാസുദ്ദീൻ തുഗ്ലക്ക് വധിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഖുസ്രോ ഖാനെ ഗിയാസുദ്ദീൻ തുഗ്ലക്ക് വധിച്ചിട്ട് 1320 മുതൽ എന്ത് തുടങ്ങുകയാണ്? തുഗ്ലക്ക് ഡൈനാസ്റ്റി ആരംഭിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? കൊല്ലൽ തന്നെയാണ്, കംപ്ലീറ്റ് തട്ടലാണ്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ഫേമസ് ട്രാവലർ വിസിറ്റഡ് ദ കോർട്ട് ഓഫ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്? പല തവണയായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. ഏത് യാത്രികനാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സദസ്സിലേക്ക് വന്ന പ്രധാനപ്പെട്ട ഈ ഒരു യാത്രികൻ? ആരാണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ആരാണ്, ഏത് യാത്രികനാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സദസ്സിലേക്ക് വന്നു എന്ന പേരിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള യാത്രികൻ ആരാണെന്ന് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഹു വാസ് ദാറ്റ്? ഇബ്നു ബത്തൂത്ത. ഇബ്നു ബത്തൂത്തയുടെ രാഷ്ട്രം കൃത്യമായി ഓർത്തു വെക്കുക. ഹി വാസ് എ മൊറോക്കൻ സ്കോളർ ആൻഡ് എക്സ്പ്ലോറർ ആൻഡ് ട്രാവലർ. 1334 CE ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സദസ്സിലേക്ക് എത്തുന്നത്. അദ്ദേഹം കുറച്ചു കാലം ജഡ്ജിയായിട്ട് ഖാസി എന്നൊക്കെ പറയും. ZI എന്നും പറയും, D രണ്ടും ഓർക്കണേ. ഡൽഹി കോർട്ടിൽ ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ട്രാവലോഗിന്റെ പേരെന്തായിരുന്നു? റിഹ്ല. ഇതും ചോദ്യമായി വന്നു. റിഹ്ല. മനസ്സിലാവുണ്ടോ? ഇതിൽ ഡീറ്റെയിൽഡ് അക്കൗണ്ട് ആ സമയത്തെ സോഷ്യോ പൊളിറ്റിക്കൽ കൾച്ചറൽ ആസ്പെക്റ്റുകൾ, മനസ്സിലാവുണ്ടോ? സാംസ്കാരികപരമായിട്ടുള്ള, സാമൂഹികപരമായിട്ടുള്ള, രാഷ്ട്രീയപരമായിട്ടുള്ള ഏത് രീതിയിലാണ്, ഏത് തലത്തിലാണ് രാഷ്ട്രം നിലനിന്നിരുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇദ്ദേഹത്തിന്റെ റിഹ്ല എന്ന് പറയുന്ന ട്രാവലോഗിലൊക്കെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? സോ മറക്കരുത്, ഇബ്നു ബത്തൂത്ത മൊറോക്കൻ സ്കോളർ, 1334 മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ജഡ്ജി എന്ന പേര്, ഖ്വാസി എന്ന പേര് ഓർത്ത് വയ്ക്കുക. റിഹ്ല എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ട്രാവലോഗും ഓർത്ത് വയ്ക്കുക. എല്ലാം പ്രധാനപ്പെട്ട പോയിന്റുകളാണ്, മറക്കരുത്. ശരി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ എന്നതാണ് അടുത്ത ചോദ്യം. ഫിറോസ് ഷാ തുഗ്ലക്ക് built the western Yamuna Canal in 14th century. Jahanpana was built by Muhammad bin Tughlaq. The Sayyid dynasty was the first to print the name and logo of dynasty in the coins. നോക്കൂ, ഏറ്റവും ആദ്യം ചെയ്തത് ഇവരൊന്നും അല്ല എന്ന് നമുക്ക് ഏതാണ്ട് അറിയാം എന്ന് വിചാരിക്കുന്നു അല്ലെ. നമുക്ക് ഇത് ഏതാണ്ട് കനിഷ്കന്റെ ആ സമയം മുതൽ പതുക്കെ ഓരോന്നായിട്ട് തുടങ്ങുന്നുണ്ട്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയല്ല എന്ന് മനസ്സിലാക്കാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രൂ ചോദിച്ചത് കാരണം വരുന്ന മൂന്നെണ്ണം അങ്ങോട്ട് തട്ടിയിട്ട് എന്താണ് ഇത് ശരിയെന്ന് പറഞ്ഞ് നമുക്കങ്ങ് പോവാം. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ്സ് ദാറ്റ് ഈസി ആക്ച്വലി. ഈ ക്വസ്റ്റൻ എന്താണ്, അങ്ങനെ കണക്കാക്കേണ്ട ഒരു ക്വസ്റ്റൻ ആണ്. എന്നാലും നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് എന്ത് ചെയ്യാം, കാര്യങ്ങൾ കണ്ടുപോകാനായിട്ട് നോക്കാം. അതായത് എലിമിനേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചുരുക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഫിറോസ് ഷാ തുഗ്ലക്ക് ആണ് സുൽത്താനായിട്ട് ഡൽഹി ഉണ്ടായിരുന്നു. ഹി ബിൽഡ് ദ വെസ്റ്റേൺ യമുന കനാൽ ഇൻ ദ 14th century ടു ഇറിഗേറ്റ് ദ റീജിയൻ അറൌണ്ട് ഹിസ് ന്യൂ സിറ്റി ഹിസാർ. ഹിസാറിന്റെ അവിടെ ആയിട്ട് കൃഷി നടത്താനായിട്ട് വെസ്റ്റേൺ യമുന കനാൽ പണിയുന്നത് ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്ക് ആണ്. ഹി നോട്ട് ഓൺലി ബിൽഡ് ന്യൂ കനാൽസ് ബട്ട് ഓൾസോ റെനോവേറ്റഡ് ഓൾഡർ വൺസ്. പഴയ കനാലുകൾ നന്നാക്കി എടുക്കുന്ന ആൾ കൂടിയാണ് ഫിറോസ് ഷാ തുഗ്ലക്ക്. മനസ്സിലാവുന്നുണ്ടോ? ഇൻക്ലൂഡിംഗ് ദ വൺ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ ടൈം ഓഫ് പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാന്റെ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പഴയ പല കനാലുകളും റിവൈവ് ചെയ്ത് അവിടങ്ങളിലേക്ക് ജലസേചനം നടത്തിയിട്ട് പുതിയതായിട്ട് കൃഷി എന്താണ് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ച ഒരാളായിരുന്നു ഫിറോസ് ഷാ തുഗ്ലക്ക്. ദെൻ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. അത് എന്തായിരുന്നു? ജഹാൻപന വാസ് ബിൽറ്റ് ബൈ മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, ദ സുൽത്താൻ ഓഫ് ഡൽഹി ബിറ്റ്വീൻ 1326 and 1327. He constructed his fourth city of Delhi to serve as a fortified refuge, encircling the earlier cities of സിരി ആൻഡ് ലാൽകോട്ടിനെ എൻസർക്കിൾ ചെയ്യുന്ന ഒരു ഫോർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന രീതിയിൽ എന്താണ്, അതായത് ആ സമയത്ത് വളരെ ശക്തമായിട്ടുള്ള മംഗോൾ ഇൻവേഷൻസ് ലോകത്തിനെ മൊത്തം പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ എന്ത് ചെയ്യുകയാണ്? ഒരു ഫോർട്ടിഫൈഡ് റെഫ്യൂജ് ആയിട്ട് എന്ത് ചെയ്യുകയാണ്? ജഹാൻപന പണിയെടുപ്പിക്കുകയാണ് സിറിക്കും ലാലിനും ഡൽഹിയുടെയൊക്കെ ചുറ്റുമായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓർക്കാൻ ശ്രദ്ധിക്കാം. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സയ്യിദ് ഡൈനാസ്റ്റി ഡിഡ് നോട്ട് പ്രിന്റ് ദ നെയിം ആൻഡ് ലോഗോ ഓഫ് ദ ഡൈനാസ്റ്റി ഇൻ ദ കോൺസ്. അവരതിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകം സയ്യിദ് ഡൈനാസ്റ്റി ചെയ്തിരുന്നില്ല. ഇവരുടെ ഭരണവും നിങ്ങൾക്ക് അറിയാം, കുറച്ച് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ.
ആ സമയത്ത് എന്ത് ചെയ്തിട്ടില്ല, ഇത്രയധികം പ്രൊമിനന്റ് ആയിട്ടുള്ള തരത്തിലേക്ക് അവർ പോയിട്ടും ഉണ്ടായിരുന്നില്ല. ആരാണ് സയ്യിദ് ഡൈനാസ്റ്റി ചെയ്യുന്നത്? ഗിസിർ ഖാൻ വാസ് ദ ഡൈനാസ്റ്റി ഹു ഡിഡ് നോട്ട് പ്രിന്റ് ദെയർ നെയിം ഇൻ ദ കോയിൻസ്. ഇവര് ഇത് പ്രിന്റ് ചെയ്യാത്ത ഒരു ഡൈനാസ്റ്റി ആയിരുന്നു, അത് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. മുബാറക് ഷാ വാസ് ദ ലോങ്സ്റ്റ് സെർവിംഗ് സയ്യിദ് റൂളർ. മുബാറക് ഷാ ആയിരുന്നു ലോങ്സ്റ്റ് സെർവിംഗ് ആയിട്ടുള്ള സയ്യിദ് റൂളർ. ഇനി ആൻഷ്യന്റെ കാലഘട്ടം എടുക്കുകയാണെങ്കിൽ ആരാണ്? കുഷാനാസിന്റെ രാജാവായിരുന്ന കനിഷ്കൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലെ നാണയങ്ങൾ ഇറക്കുകയും ആ നാണയങ്ങളിൽ ബുദ്ധന്റെ, രാജാവിന്റെ, അതുപോലെ തന്നെ എന്താണ് ബുദ്ധന്റെ എല്ലാം എന്താണ് പ്രിന്റുകളൊക്കെ അതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇൽട്ടുട്മിഷ് ഇറക്കിയിട്ടുണ്ടായിരുന്ന രണ്ട് വളരെ പ്രധാനപ്പെട്ട നാണയങ്ങളായിട്ട് അറിയപ്പെടുന്ന രണ്ടാണ് സിൽവർ ടങ്കയും കോപ്പർ ജിറ്റാലും. ഇത് PSCയിൽ ചോദ്യം വന്നിട്ടുള്ള ഒരു കാര്യമാണ്. സിൽവർ ടങ്ക, കോപ്പർ ജിറ്റാൽ. ടങ്ക ജിറ്റാൽ എന്ന് മാത്രം തന്നാൽ അത് സിൽവർ ആണ് ടങ്ക എന്നും ജിറ്റാൽ എന്ന് പറഞ്ഞാൽ കോപ്പറിന്റെ ആണ് നാണയം എന്നും ഓർക്കുക. ഇൽട്ടുട്മിഷ് ആയിരുന്നു ഇത് എന്ത് ചെയ്തത്, പുറത്തിറക്കിയതെന്ന കാര്യവും ഓർക്കുക. ടങ്ക സിൽവറും ചിലതൊക്കെ ഗോൾഡും ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. ചിലതൊക്കെ എന്താണ് ഗോൾഡും ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലേ? കൃത്യമായിട്ട് അപ്പം എന്ത് ചെയ്യണം? പറഞ്ഞ പോയിന്റുകൾ ഓർത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. റൈറ്റ്? ഈ ഭാഗം കൃത്യമാണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് അഫ്ഗാൻ ഡൈനാസ്റ്റി ഇൻ ഇന്ത്യ ഈസ് തുഗ്ലക് ഡൈനാസ്റ്റി എന്ന് പറയുന്നു. ഗുൽ രാഖി വാസ് ദ പെൻ നെയിം ഓഫ് സിക്കന്ദർ ലോധി എന്ന് പറയുന്നു. ദ സുൽത്താനേറ്റ് വിച്ച് റൂൾഡ് ഡൽഹി ഫോർ ദ ലോങ്സ്റ്റ് പീരിയഡ് ഓഫ് ടൈം ഈസ് ദ തുഗ്ലക് ഡൈനാസ്റ്റി, while the ones which ruled for the shortest period of time is ഖിൽജി ഡൈനാസ്റ്റി എന്ന് പറയുന്നു. എന്താ തോന്നുന്നത് കൂട്ടുകാർക്ക്? വരൂ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് അഫ്ഗാൻ ഡൈനാസ്റ്റി ഇൻ ഇന്ത്യ ലോധി ഡൈനാസ്റ്റി ആയിരുന്നു. നോക്കൂ, അപ്പൊ നിങ്ങൾ എന്താ ഈ അഫ്ഗാൻ എന്താ അങ്ങനെ? കാരണം ഇവര് ഈ സുൽത്താൻസ് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അഫ്ഗാൻ എന്താ പറയുക ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുണ്ട്, പേർഷ്യൻ ആളുകളുണ്ട്, സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളിൽ നിന്നാണ്, അവിടങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ള. അപ്പോൾ ഇവരുടെ ലീനിയേജ് നോക്കി പോകുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അഫ്ഗാൻ ഡൈനാസ്റ്റി എന്നുള്ള തലത്തിൽ എടുക്കുന്നത് ഏതാണ്? ലോധി ഡൈനാസ്റ്റി ആണ്. ലോധി ഡൈനാസ്റ്റി വാസ് ഫൗണ്ടഡ് ബൈ ആരായിരുന്നു? ബഹ്ലോൽ ലോധി. മനസ്സിലാവുണ്ടോ? സിക്കന്ദർ ലോധി ഈസ് ദ ആർക്കിടെക്ട് ഓഫ് ആഗ്ര സിറ്റി. ആഗ്ര സിറ്റി ആദ്യമായിട്ട് എന്ത് ചെയ്യുകയാണ്? അത് മുൻപോട്ട് എടുത്തിട്ട് ഒരു എന്താ പറയുക അതിനെ സ്ക്രാച്ച് നിന്ന് തുടങ്ങുന്നത് സിക്കന്ദർ ലോധി ആയിരുന്നു. ദെൻ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഹി റോട്ട് പേർഷ്യൻ വേഴ്സസ് അണ്ടർ ദ പെൻ നെയിം ഗുൽറിഖി. മനസ്സിലാവുണ്ടോ? ഗുൽറിഖി എന്ന് പറയുന്ന ഒരു പെൻ നെയിമിന്റെ അടിയിലാണ് എന്ത് ചെയ്യുന്നത്? സിക്കന്ദർ ലോധി എന്ത് ചെയ്യുന്നത്? എഴുതുന്നത്. സിക്കന്ദർ ലോധി ഗുൽറിഖി എന്ന് പറയുന്ന പെൻ നെയിമിന്റെ അടിയിലാണ് എഴുതുന്നത്. തുഗ്ലക് ഡൈനാസ്റ്റി അല്ല, ലോധി ഡൈനാസ്റ്റിയാണ് ഫസ്റ്റ് അഫ്ഗാൻ ഡൈനാസ്റ്റി എന്ന് പറയുക. അപ്പോൾ ഒന്ന് തെറ്റാണ് എന്ന് മനസ്സിലാകുമ്പോൾ ഒന്ന് വരുന്നതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? നമുക്കങ്ങ് വെട്ടിക്കളയാം. ഒന്ന് തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ ഉടനെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. മനസ്സിലാവുണ്ടോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അറിയുന്നു, രണ്ടും മൂന്നും വായിക്കാനേ നിൽക്കുന്നില്ല, നമ്മൾ ആൻസർ ചെയ്യുന്നു, പോകുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഓർക്കാനായിട്ട് എന്ത് ചെയ്യുക? പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ടൈം പീരീഡുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. ഓരോ ഡൈനാസ്റ്റിയും എത്ര കാലം ഭരിച്ചു എന്നുള്ളത് എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ ഓർത്ത് വെക്കണം. മനസ്സിലാവുന്നുണ്ടോ? അത് ആ ടൈം പീരീഡുകൾ നിങ്ങൾ എവിടെ ചെയ്യുക? ആദ്യം നിങ്ങൾ സുൽത്താനേറ്റിന്റെ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സുൽത്താനേറ്റിന്റെ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ മുഗൾസിന്റെ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? അവരുടെ ടൈം ലൈൻ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓരോ ആളുകളുടെയും പേര് എഴുതുക, എത്ര കാലം എന്ന് കൃത്യമായിട്ട് എഴുതുക. റൈറ്റ്? അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് റിവർ ഇൻ കേരള ഈസ് റെഫേർഡ് ടു ആസ് ചൂർണിയാർ ഇൻ ബൈ കൗട്ടില്യ? പല തവണ അറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ചൂർണിയാർ എന്ന് പറയുന്നത് ഏതായിരുന്നു? നമ്മളുടെ പെരിയാർ റിവർ ആണ് അല്ലെ? പെരിയാർ റിവർ ആണ് അറിയുന്നത്. കൗട്ടില്യന്റെ അർത്ഥശാസ്ത്രത്തിലാണ് നമ്മളത് കാണുന്നത്. ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ കേരള ആൻഡ് ഈസ് ഓൾസോ നോൺ ആസ് ചൂർണി ഇൻ ആൻഷ്യൻ പീരിയഡ്. ഈ കൗട്ടില്യ അർത്ഥശാസ്ത്രം എഴുതുന്നത് ഏതാണ്ട് 4th സെഞ്ചുറി BC-യുടെ കാലഘട്ടത്തിലാണ്. എപ്പോഴാണ്? 4th സെഞ്ചുറി BC-യുടെ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ഈ അർത്ഥശാസ്ത്രം എഴുതുന്നത് എന്നുള്ള കാര്യം കൂടി ചേർത്ത് ഓർത്ത് വെക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? പലതവണ കണ്ടിട്ടുള്ളതാണ്. എക്സ്ട്രാ എക്സ്പ്ലനേഷൻ ഇനി ആവശ്യമില്ല. ഇൻ സംഘം ലിറ്ററേച്ചർ കുറിഞ്ചി refers to the grasslands in Tamil region. ഐന്തിണകൾ അല്ലെ? നമ്മൾ കണ്ടിട്ടുള്ളല്ലേ ഐന്തിണകൾ അല്ലെ? എന്താണ് ഐന്തിണകൾ? എന്താണ്? ഭൂമിശാസ്ത്രപരമായിട്ട് പ്രദേശങ്ങളെ അവയുടെ സ്വഭാവം, അടിസ്ഥാനപരമായ ഭൂമിശാസ്ത്രത്തിന്റെ പേരിൽ
5 തിണകളായിട്ട് തിരിച്ചിരുന്നു സംഘകാലഘട്ടത്തിൽ അല്ലെ. അപ്പൊ കുറിഞ്ചി ഗ്രാസ് ലാൻഡ് ആണെന്ന് പറയുന്നു. സിലപ്പതികാരം ഈസ് നോൺ ആസ് ഇലിയഡ് ഓഫ് തമിഴ് കൾച്ചർ എന്നും പറയുന്നു. വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണെന്ന് വിശ്വസിക്കുകയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. കുറിഞ്ചി എന്ന് പറയുന്നത് മൗണ്ടെയിനസ് ആൻഡ് ഹില്ലി റീജിയൻസ് ആണ്. മനസ്സിലാണ്ടോ? കുറിഞ്ചി മൗണ്ടെയിനസ് റീജിയൻ, മുല്ലൈ ഫോറസ്റ്റ് റീജിയൻ, മരുതം അഗ്രികൾച്ചർ, നെയ്തൽ കോസ്റ്റല്, പാലൈ അറിഡ് റീജിയൻ. ഇവയ്ക്ക് ഓരോന്നിനും എന്തുണ്ട്? ഇവയ്ക്ക് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള എന്താ പറയുക ഈശ്വരന്മാരുണ്ട് അല്ലെ. ഇതിന് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഈശ്വരന്മാരുണ്ട്. അവര് എന്താ പറയുക ആരാധിക്കുന്ന മൂർത്തികൾ. ഇപ്പൊ കുറിഞ്ചി മൗണ്ടൈനേഴ്സ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നമുക്കറിയാം അല്ലെ. ആരാണ്? മുരുകൻ എന്ന പേരിലുള്ള എന്താ പറയുക ഇന്ന് നമ്മൾ മുരുകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ അതിന്റെ ഒരു ഷോർട്സ് തന്നെ സെപ്പറേറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഓരോന്നും അവിടെ വസിക്കുന്ന ആളുകൾ ആര്, അതിന്റെ ഈശ്വരൻ ആര് എന്നൊക്കെ പറഞ്ഞ സെപ്പറേറ്റ് ഷോർട്സ് നമ്മുടെ തന്നെ തപ്പി നിങ്ങൾക്ക് ഐന്തിണകൾ എന്ന് വെച്ചാൽ തപ്പി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് തുടർച്ചയായി ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. ഇതെന്ത് ചെയ്യുക? ഒന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ ഇതൊക്കെ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സിലപ്പതികാരം ഈസ് ഓഫൺ കോൾഡ് ദ ഇലിയഡ് ഓഫ് തമിഴ് കൾച്ചർ. കാരണം എന്താ? ഇലിയഡ് എന്ന് പറയുന്നത് ഹോമറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീക്ക് കൾച്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുന്നത് പുസ്തകമാണ് ഹോമറിന്റെ ഇലിയഡ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ എന്താ പറയുക തമിഴിലെ ഇലിയഡ് എന്ന പേരിലാണ് ഏതറിയപ്പെടുന്നത്? സിലപ്പതികാരം അറിയപ്പെടുന്നത്. റിട്ടൺ ബൈ ഇളങ്കോ അടികൾ, ജെയിൻ മോങ്ക്. പ്രത്യേകം ശ്രദ്ധിക്കുക, ജെയിൻ മോങ്ക്, who believed to be the younger brother of contemporary Chera king ചേരൻ ചെങ്കുട്ടുവൻ. ചേരൻ ചെങ്കുട്ടുവൻ എന്ന ചേര രാജാവിന്റെ സഹോദരനായിരുന്നു ഇളങ്കോടികൾ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കറിയാലോ ചിലപ്പതികാരത്തിന്റെ കഥ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ചേര ഇങ്ങോട്ട് വരുന്നതും കണ്ണകിയുടെ ബാക്കിയുള്ള കഥകളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു. റൈറ്റ്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇങ്ങോട്ടൊരാൾ വരുമ്പോൾ ഈ നാടിന്റെ പ്രത്യേകതകൾ പറയണ്ടേ. അപ്പൊ ചേര രാജ്യം ഇപ്പോഴത്തെ കേരളം. അപ്പൊ കേരളത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് ഡീറ്റെയിലിംഗ് നമുക്ക് എവിടെ കിട്ടുന്ന ഒരു കൃതി കൂടിയാണ് ഇത് എന്ന് എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. റൈറ്റ്. അടുത്ത ചോദ്യം നോക്കൂ. Which literary work mentions the kings of Kerala as കേരോബോത്രാസ് എന്ന പേരില് കേരളത്തിലെ രാജാക്കന്മാരെ വിശേഷിപ്പിക്കുന്ന കൃതി ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ദ പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സീ. ഇതിന്റെ പ്രത്യേകത, അതായത് രാജാക്കന്മാരെ കിങ്സ് ഓഫ് കേരളയെ കേരോബോത്രാസ് എന്നാണ് ഇതിൽ വിശേഷിപ്പിക്കുന്നത്. പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സീയുടെ പ്രത്യേകത, ഇതിന്റെ ഓതർ ആരാണെന്ന് നമുക്കറിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. എന്താണ് ഈ എറിത്രിയൻ സീ? എറിത്രിയൻ സീ റെഡ് സീ ആണ്. നമ്മളുടെ ഇപ്പോഴത്തെ റെഡ് സീ ഇല്ലേ, ഇതിനെയാണ് എറിത്രിയൻ സീ എന്ന് പറയുന്നത്. ഇനി റെഡ് സീ ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് റെഫറൻസസ് ഓഫ് കേരള ഇൻക്ലൂഡിംഗ് ദ മുസിരിസ് പോർട്ട്. ആ കാലഘട്ടത്തിൽ മുസിരിസ് പോർട്ടാണ് ഏറ്റവും ആക്റ്റീവ് അല്ലെ. അപ്പോൾ മുസിരിസ് പോർട്ടിന്റെ ഉൾപ്പെടെ കേരളത്തിനെ കുറിച്ചുള്ള റെഫറൻസുകൾ കാണാം. ഇറ്റ് മെൻഷൻസ് ദ കിങ്സ് ഓഫ് കേരള ആസ് കേരോബോത്രാസ് ആൻഡ് കേരള ഈസ് ലിമുറിക്കെ. എന്താണ് ലിമുറിക്കെ? കേരളത്തിനെ ലിമുറിക്കെ എന്നും കേരള രാജാക്കന്മാരെ കേരോബോത്രാസ് എന്നും വിശേഷിപ്പിക്കുന്ന ഒരു കൃതിയാണ് പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സീ. എറിത്രിയൻ സീ എന്ന് പറഞ്ഞാൽ അത് റെഡ് സീയെയാണ് സൂചിപ്പിക്കുന്നത്. മുസിരിസ് പോർട്ടിനെ കുറിച്ചും എവിടെയുണ്ട്? ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? റൈറ്റ്. അടുത്ത നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ? ഉണ്ണിയച്ചി ചരിതം has the reference of Devadasi system for the first time എന്ന് പറയുന്നു. The character മേദിനി വെണ്ണിലാവ് is the main character of കോക സന്ദേശം എന്നും പറയുന്നു. നോക്കൂ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം മേദിനി വെണ്ണിലാവ് ഫേമസ് ആണ്. അത് എന്താണ്? ഏതിലാണ്? ചന്ദ്രോത്സവത്തിലാണ് അല്ലെ. മേദിനി വെണ്ണിലാവ് ചന്ദ്രോത്സവം എന്ന് പറയുന്ന കൃതിയിലാണ്. ക്ലാസ്സിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. മേദിനി വെണ്ണിലാവ് ചന്ദ്രോത്സവത്തിലാണ് ഫേമസ്. അപ്പൊ ചന്ദ്രോത്സവത്തിൽ ഈ ചന്ദ്രോത്സവം എന്ന് പറയുന്നത് ആക്ച്വലി വലിയൊരു ഉത്സവമാണ്. മനസ്സിലാണ്? ചന്ദ്രോത്സവം അത് വലിയ ഉത്സവമാണെന്ന് പേര് കേൾക്കുമ്പോൾ അറിയുന്നുണ്ടല്ലോ അല്ലെ. ചന്ദ്രോത്സവം എന്ന് പറയുന്നത് ഈ ചന്ദ്രോത്സവം ഇതുമായി ബന്ധപ്പെട്ടിട്ട് അടിസ്ഥാനപരമായിട്ട് ഈ മേദിനി വെണ്ണിലാവ് എന്ന് പറയുന്നത് അതായത് ഒരു വേശ്യകളായിട്ട് വർക്ക് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. പണ്ടത്തെ ദേവദാസികളായിട്ടുണ്ടായിരുന്ന ആളുകൾ പിന്നീട് സമൂഹത്തിൻ്റെതായിട്ടുള്ള ഇടപെടലുകളും പല പല കാരണങ്ങളും കാരണം പിന്നീട് അതൊരു വേശ്യാതലത്തിലേക്ക് മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആളുകൾ അവിടെ അമ്പലവുമായും മറ്റും ബന്ധപ്പെട്ട അധികാരികളും മറ്റു പല ആളുകളും ഇവരെ മിസ്യൂസ് ചെയ്യുകയും പിന്നീട് അത് ഈ ഒരു ദേവദാസി എന്ന് പറയുന്ന വളരെ റെസ്പെക്റ്റഡ് ആയിട്ട് സമൂഹം കണ്ടിട്ടുണ്ടായിരുന്ന ഒരു വിഭാഗം പിന്നീട് ആ പേര്
പേരെന്ന് പറയുന്നത് എന്താ പറയുക, വേശ്യാവൃത്തിയുമായും ചേരുന്ന തലത്തിലേക്ക് സമൂഹത്തിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുകയും മാറുകയും ചെയ്യപ്പെട്ട ഒരു കാലഘട്ടം പിന്നീട് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണ് ഒരു എന്താ പറയുക ഒരു പ്രോപ്പറായിട്ട് അതിനെ ഒരു ജോലിയായിട്ട് കണക്കാക്കിയിട്ട് എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള ഉപദേശങ്ങൾ കൊടുക്കുകയും മറ്റും ചെയ്യുന്നതായിട്ടുള്ള ഒരു രീതിയൊക്കെയാണ് ഇതിൽ കാണാൻ പറ്റുന്നത് ചന്ദ്രോത്സവത്തിൽ. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പക്ഷേ പ്രധാനമായിട്ട് ഉത്സവം നടക്കുന്നത് കൊണ്ട് തന്നെ ആ ഭാഗത്തിനെ കുറിച്ചിട്ടുള്ള വർണ്ണന, അവിടുത്തെ ജിയോഗ്രഫി, അവിടുത്തെ ആളുകൾ, ഏതൊക്കെ ടൈപ്പ് ഓഫ് ആളുകളുണ്ട്, ഇങ്ങനെ ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള സോഷ്യലായിട്ടുള്ള ഇൻഫോർമേഷൻസിനും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ചന്ദ്രോത്സവത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ കാര്യം എന്ത് ചെയ്യുക, പ്രത്യേകം ഓർക്കുക. നോക്കൂ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഉണ്ണിയച്ചി ചരിതമാണ് ഹാസ് ദ റെഫറൻസ് ഓഫ് ദേവദാസി സിസ്റ്റം ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് ദേവദാസി സിസ്റ്റത്തിനെ കുറിച്ച് മെൻഷൻ വരുന്നത് ഉണ്ണിയച്ചി ചരിതത്തിലാണ്. ഉണ്ണിയച്ചി ചരിതം ഒരു 13th സെഞ്ചുറി മലയാളം ചമ്പുകാവ്യമാണ്. പ്രത്യേകം ഓർക്കേണ്ട വാക്ക് എന്ന് പറയുന്നത് മണിപ്രവാള രീതിയിൽ എഴുതപ്പെട്ട ഏർലിയസ്റ്റ് കൃതിയായിട്ട് കണക്കാക്കപ്പെടുന്നത് ഉണ്ണിയച്ചി ചരിതമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇത് ഉണ്ണിയച്ചി എന്ന പേരുള്ള ഒരു ദേവദാസിയുടെ കഥ. ആ കാലഘട്ടത്തിൽ ഇവരെ എന്താ പറയുക, ഈ രീതിയിൽ അവരുടെ സ്റ്റാറ്റസ് താഴെ വന്നിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ദേവദാസിയായിട്ടുള്ള ഇവരെ കാണാൻ രാജാക്കന്മാർ വരെ വന്ന് ക്യൂ നിൽക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? സോ ഈ എന്താ പറയുക, ഫോക്കസിങ് ഓൺ ഇൻഫാച്ചുവേഷൻ ഓഫ് എ ഗന്ധർവ വിത്ത് ഹർ. ഒന്ന് ആലോചിച്ച് നോക്കൂ, സങ്കല്പം എങ്ങനെയാ പോകുന്നത്. ഗന്ധർവന്മാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഗന്ധർവന്മാരെ കണ്ട ആളുകൾ മോഹിക്കുന്ന പറയുക. ആ ഗന്ധർവന് മോഹം തോന്നുന്ന രീതിയിലായിരുന്നു ഉണ്ണിയച്ചി എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ രീതിയിൽ ഉള്ള ഒരു കൃതിയാണ് ഇത്, ഈ ഒരു ഉണ്ണിയച്ചി ചരിതം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ക്യാരക്ടർ മേദിനി വെണ്ണിനിലാവ് എന്ന് പറയുന്നത് ഏതാണ്? ചന്ദ്രോത്സവത്തിന്റെ ഭാഗമാണ്. ദ നരേറ്റീവ് റിവോൾവ്സ് അറൗണ്ട് എ കോട്സിയൻ നെയ്മഡ് മേദിനി വെണ്ണിലാവ് ആൻഡ് എ ഗ്രാൻഡ് ഫെസ്റ്റിവൽ ഉത്സവം ഷീ റെക്കഗ്നൈസസ് ഫോർ ദ മൂൺ ഗോഡ് ചന്ദ്ര. മനസ്സിലാവുന്നുണ്ടോ? പ്ലേസ് ഓഫ് ദ ഫെസ്റ്റിവൽ ഈസ് ചിറ്റിലപ്പള്ളി. എവിടെയാണ്? ചിറ്റിലപ്പള്ളി ഇൻ തൃശ്ശൂർ. തൃശ്ശൂരിലെ ചിറ്റിലപ്പള്ളിയിൽ നടക്കുന്ന ഒരു ഉത്സവമായിട്ടാണ് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ പ്രദേശത്തിന്റെ വിവരങ്ങൾ ധാരാളമായിട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നുണ്ട് എന്ന് ചുരുക്കം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. ദ ടൈറ്റിൽ ഘാസി വാസ് അഡോപ്റ്റഡ് ബൈ വിച്ച് റൂളർ? ദ ടൈറ്റിൽ ഘാസി വാസ് അഡോപ്റ്റഡ് ബൈ വിച്ച് റൂളർ എന്ന് പറയുന്നു. ആരായിരുന്നു? ബാബർ ആയിരുന്നു. ഘാസി വാസ് അഡോപ്റ്റഡ് ബൈ ബാബർ, ദ ഫൗണ്ടർ ഓഫ് ദ മുഗൾ എംപയർ. അല്ലേ? ആഫ്റ്റർ ഹിസ് വിക്ടറി ഇൻ ബാറ്റിൽ ഓഫ് ഖാൻവയിലെ വിജയത്തിന് ശേഷം 1527 ആണ് ഇദ്ദേഹം ഘാസി എന്ന് പറയുന്ന ഒരു നാമം, ടൈറ്റിൽ എന്ത് ചെയ്യുന്നത്, തൻ്റെ പേരിലേക്ക് സ്വീകരിക്കുന്നത്. ഹി ടുക്ക് ദിസ് ടൈറ്റിൽ ടു സിഗ്നിഫൈ ഹിസ് റോൾ ആസ് എ വാരിയർ ഓഫ് ഇസ്ലാം ആഫ്റ്റർ ഡിഫീറ്റിംഗ് റാണ സംഘ ഓഫ് മേവാർ, സോളിഡിഫൈയിങ് ദ ലെജിറ്റിമസി ഓഫ് ഹിസ് റൂൾ ഇൻ നോർത്തേൺ ഇന്ത്യ. സോ ഇസ്ലാമിൻ്റെ എന്താ പറയുക, ഒരു വാരിയർ എന്നുള്ള തലത്തിലേക്കുള്ള ഒരു എന്താ പറയുക ഒരു നാമമാണത്. റാണ സംഘയെ ഡിഫീറ്റ് ചെയ്തതിന് ശേഷം, മേവാറിൽ റാണ സംഘയെ തോൽപ്പിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം ഈ ഒരു പേര് സ്വീകരിക്കുന്നത്. ബാബറിന്റെ മൃതദേഹം ഇന്ത്യയിലല്ല അടക്കിയിട്ടുള്ളത്. അദ്ദേഹം അപ്പോഴും ഇന്ത്യയെ സ്വന്തം ഒരു രാജ്യമായിട്ടോ ഇവിടുത്തെ ഒരു പ്രദേശം തൻ്റേതാണ് എന്ന തരത്തിലേക്കൊന്നും അദ്ദേഹം കണക്കാക്കിയിരുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ബോഡിയൊക്കെ തിരിച്ച് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന്റെ സ്ഥലത്ത് തന്നെ അടക്കുകയൊക്കെയാണ് പിന്നീട് ചെയ്തിട്ടുള്ളത്. ബാബർ എന്തായിരുന്നു, വളരെ ഷോർട്ട് പീരീഡ് അദ്ദേഹം ഭരിച്ചിട്ടുള്ളൂ. അദ്ദേഹം പക്ഷേ എന്താണ്, ഈ രീതിയിലൊരു സ്റ്റാറ്റസ് ആണ്, സ്വന്തമായിട്ട് സ്റ്റേറ്ററാണ് അദ്ദേഹം സ്വയം കാണാനായിട്ട് ശ്രമിച്ചിരുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. ദീനില്ലാഹി ഈസ് ദ റിലീജിയൻ ഫൗണ്ടഡ് ബൈ അക്ബർ ഇൻ 1582. ബുലന്ദ് ദർവാസ വാസ് മെയ്ഡ് ബൈ അക്ബർ ടു commemorate his victory over Gujarat. The Mughal king during 1857 revolt was Bahadur Shah II, also known as Bahadur Shah Zafar. എനിക്ക് തോന്നുന്നു വലിയ പാടില്ലാണ്ട് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ? സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റാണ്, സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റാണ്, സ്റ്റേറ്റ്മെന്റ് 3 കറക്റ്റാണ്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അതിൽ. ഞാനത് കാരണം ഇതെല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദീനില്ലാഹി ഇതാണ്. ഈ കൊല്ലം തന്നിട്ടുള്ള എന്തിനാ, നിങ്ങളിന്ന് കൺഫ്യൂസ് ചെയ്യാൻ, അത്രേ ഉദ്ദേശമുള്ളൂ. ഇതിലാണ് ഈ കൊല്ലം എന്തിനാണെന്ന് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ. ദീനില്ലാഹി അറിയാം, അക്ബറാണെന്നറിയാം, ദൈവമേ ഇനി 1582 ആണോ അല്ലയോ സംശയമായി അല്ലേ? നിങ്ങളെ ഒന്ന് കുഴക്കാൻ വേണ്ടി തന്നെയാണ് തന്നിട്ടുള്ളത്. നിങ്ങളുടെ ഗട്ട് ഫീൽ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പോൾ പോകേണ്ടതായിട്ട് വരും. ഓക്കെ, എന്താ ദീനില്ലാഹി ചെയ്തത്? ഇറ്റ് കമ്പൈൻഡ് ദ തോട്ട്സ് ആൻഡ് ഫിലോസഫീസ് ഓഫ് വേരിയസ് റിലീജിയൻസ്, നോ റിച്വൽസ് ഓർ റിലീജിയസ് ടെക്സ്റ്റ്. സുൽഹിക്കുൽ, പീസ് ഫോർ ഓൾ ഇസ് ദ മോട്ടോ. സുൽഹിക്കുൽ ഓർക്കുക. സുൽഹിക്കുൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? പീസ് ഫോർ ഓൾ എന്ന് പറയുന്നതായിരുന്നു ദീനില്ലാഹിയുടെ മോട്ടോ. സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. എംപറർ അക്ബർ ബിൽഡ് ദ ബുലന്ദ് ദർവാസ ടു commemorate his victory over Gujarat. The gateway, which means
Gate of Victory was constructed around 1575-76 and is located at the southern entrance of Jama Masjid complex at ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രിയുടെ നിർമ്മാതാവ് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇത് ഉണ്ടാക്കിയിട്ട് അതിന്റെ എൻട്രൻസ് ആയിട്ട് എന്ത് വരികയാണ്? ബുലന്ദ് ദർവാസ വരികയാണ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഗേറ്റ് വേ ഇൻ ഇന്ത്യ. Statement 3 is also correct. The Mughal king during 1857 revolt was the Bahadur Shah II, also known as Bahadur Shah Zafar. He was the last emperor of the Mughal dynasty and became a symbolic leader of the revolt, even though his political power was very limited at that time. After the revolt was put down, Bahadur Shah Zafar was exiled ടു റംഗൂൺ. പ്രത്യേകം ഓർക്കുക, റംഗൂണിലേക്ക് അദ്ദേഹത്തെ നാടുകടത്തി. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അവിടെ വെച്ചിട്ട് അദ്ദേഹം മരണപ്പെടുകയാണ്. മുഗൾ എംപയറിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള അവസാനം അതോടുകൂടിയിട്ട് അവിടെ സംഭവിക്കുകയും ചെയ്യുകയായിരുന്നു. മനസ്സിലായില്ലേ? കൃത്യമാണല്ലോ. അപ്പൊ 3 സ്റ്റേറ്റ്മെന്റുകളും ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളായിട്ടാണ് വരുന്നത്. ചോദിച്ചു നോക്കൂ, ദ സഫ്രാഗേറ്റ് മൂവ്മെന്റ് ഈസ് റിലേറ്റഡ് ടു. ഇത് എന്താണ്? ആ ഒരു ടൈം പീരീഡിന്റെ ഒരു ചോദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. സഫ്രാഗേറ്റ് മൂവ്മെന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? It was for the right to vote for women. സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലണ്ടിൽ നടന്നിട്ടുള്ള വലിയൊരു സമരമായിരുന്നു ഇത്. മനസ്സിലാവുന്നുണ്ടോ? 1903 എമിലീൻ പാങ്ക്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ത്രീയും മറ്റ് കൂട്ടുകാരായിട്ടുള്ള ആളുകളും ചേർന്നിട്ട് ഒരു വിമൻസ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ യൂണിയൻ ഉണ്ടാക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട് അത് ഉണ്ടാക്കുന്നത്? ഇത് ഉണ്ടാക്കുന്നത് ഫോർ ദ റൈറ്റ് ടു വോട്ട് ഫോർ വിമൻ ഇൻ നാഷണൽ ആൻഡ് ലോക്കൽ ഇലക്ഷൻസ്. നാഷണൽ തലത്തിലും ലോക്കൽ ആയിട്ടുള്ള ഇലക്ഷൻസിൽ വോട്ട് ചെയ്യാൻ സ്ത്രീകൾക്ക് അവകാശം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എന്തുണ്ടാക്കുന്നത്? ഈ ഒരു യൂണിയൻ ഉണ്ടാക്കുന്നത്. ഇവരുടെ മോട്ടോ ഡീഡ്സ് നോട്ട് വേർഡ്സ്. എന്താണ്? പ്രവൃത്തിയിൽ കാണിക്കുക, വാചകം അടിക്കേണ്ട എന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പീസ്ഫുൾ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ നടന്നിട്ടുണ്ട്. മിലിറ്റന്റ് ആക്ഷൻസ്, അതായത് ജനലുകൾ പൊട്ടിക്കുക, ഉള്ളിൽ കാഴ്ച നിറയുക, അങ്ങനത്തെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. സിവിൽ ഡിസോബീഡിയൻസ് നടന്നിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അടിച്ചമർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഈ വാക്കുണ്ടല്ലോ, ഈ സോ കോൾഡ് വാക്ക് സഫ്രഗേറ്റ് എന്ന് പറയുന്ന വാക്ക് കളിയാക്കിക്കൊണ്ട് ഒരു പത്രത്തിൽ ഒരാൾ എഴുതിയതായിരുന്നു. സഫ്രഗേറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് എന്ന് പറഞ്ഞ എന്തായിരുന്നു? കളിയാക്കിക്കൊണ്ട് എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു ടൈറ്റിലായിരുന്നു. ആ ടൈറ്റിൽ തന്നെ അവർ ഇതിനെ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? ഈ മൂവ്മെന്റിന് ആ പേരിടുകയാണ് ഈ സ്ത്രീകൾ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഈ അവകാശങ്ങൾ ചോദിച്ച ആളുകളെ കളിയാക്കിക്കൊണ്ടിട്ടൊരു പേരായിരുന്നു അത്. സഫ്രേജ്, അഡൽട്ട് സഫ്രേജ് എന്നുണ്ടല്ലോ, അതൊന്നും പേരൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് സഫ്രഗേറ്റ് എന്ന രീതിയിലേക്ക് മാറ്റിയിട്ട് കളിയാക്കിയതായിരുന്നു. ആ പേര് തന്നെ അവരെന്ത് ചെയ്തു? അവരെടുത്തിട്ട് സ്വീകരിക്കുകയാണ് ചെയ്തത്. സോ അറസ്റ്റ് നടന്നു, ഇംപ്രിസൺമെന്റ് നടന്നു. ഈ ഹങ്കർ സ്ട്രൈക്ക് നടത്തുന്ന സ്ത്രീകളെ എന്താണ്? ഫോഴ്സ് ഫീഡിങ് നടത്തി, നിർബന്ധിച്ച് അവരെ പിടിച്ചിട്ട് അവരുടെ ആഹാരം എന്താ പറയുക കൊടുക്കുന്ന രീതിയിലൊക്കെ എന്താണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം എന്ത് സംഭവിക്കുകയാണ്? ഇവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? റൈറ്റ്സ് കിട്ടുന്നുണ്ട്. എന്തായിരുന്നു അതിന്റെ ഇമ്പാക്ട്? മിലിറ്റന്റ് ക്യാമ്പയിൻ വാസ് ടെമ്പററിലി സസ്പെൻഡഡ് ഡ്യൂറിംഗ് വേൾഡ് വാർ 1 സമയത്ത് ഇത് എന്ത് ചെയ്തു? ഇവർ താൽക്കാലികമായിട്ട് ഇത് നിർത്തി. ദെൻ പാർഷ്യൽ സഫ്രേജ് വാസ് ഗ്രാൻഡഡ് ടു വിമൺ ഓവർ 30 ഹു മെറ്റ് പ്രോപ്പർട്ടി ക്വാളിഫിക്കേഷൻ. നമുക്കറിയാം അല്ലെ, ഇവിടെയും പ്രോപ്പർട്ടിയൊക്കെ അനുസരിച്ചല്ലേ വോട്ടിംഗ് റൈറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇൻ ദ UK in 1918, 1918 30 എന്താ പറയുക വയസ്സിന് മുകളിലുള്ള ആൾക്കാർ, എന്നാൽ പ്രോപ്പർട്ടി കൃത്യമായിട്ട് ടാക്സ് സെർട്ടൺ എമൗണ്ട് ഒക്കെ ഉള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ലോങ് ടേമിൽ എന്താണ്? ഫുൾ ആൻഡ് ഈക്വൽ വോട്ടിംഗ് റൈറ്റ്സ് ഫോർ ഓൾ വിമൻ ഓവർ 21 were achieved in UK in 1928. 1928 21 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകൾക്കും ഈക്വൽ ആൻഡ് ഫുൾ വോട്ടിംഗ് റൈറ്റ്സ് കൊടുക്കുകയും ഉണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം, ജെയിംസ് വെബ് ടെലസ്കോപ്പ്, അല്ല ഈ അടുത്ത് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഏത് ലഗ്രാഞ്ചെ പോയിന്റിലാണുള്ളത് എന്നാണ് ചോദ്യം. ലഗ്രാഞ്ചെ പോയിന്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. 2 ബോഡികൾ എന്തെന്ന് വിചാരിക്കുക. ഈ 2 ബോഡികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു 2 ബോഡിക്കാണെച്ചാൽ 5 ലഗ്രാഞ്ചെ പോയിന്റുകൾ ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ നടുവിൽ ഉണ്ടാവാം, ഇപ്പുറത്തുണ്ടാകാം അല്ലെ, ഇവിടെ ആയിട്ടുണ്ടാകാം. നമുക്കറിയാം വളരെ കൃത്യമായിട്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ ലഗ്രാഞ്ചെ പോയിന്റുകൾ ഉണ്ട്. ഓരോരോ ലഗ്രാഞ്ചെ പോയിന്റ് 5 ലഗ്രാഞ്ചെ പോയിന്റ് ആണ് 2 ബോഡി സിസ്റ്റം ഉണ്ടാവുക. എന്താ അതിന്റെ പ്രത്യേകത? 2 ബോഡീസിന്റെ ഇടയിൽ ഈ ലഗ്രാഞ്ചെ പോയിന്റിൽ കൈൻഡ് ഓഫ് ഈ 2 ബോഡികൾ, ഓരോ ബോഡിക്കും ഗ്രാവിറ്റേഷൻ ഉള്ളോ, ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൈൻഡ് ഓഫ് ഒന്ന് ക്യാൻസൽ ആയിട്ട് പോകുന്ന, നമ്മളിപ്പോൾ ഉപഗ്രഹം ആ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് എനർജി ചിലവാക്കിക്കൊണ്ട് നമുക്ക് ഈ സിസ്റ്റത്തിനെ ഇതിനെ ഇവിടെ നിർത്താൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? കാരണം അവിടെ ഏതെങ്കിലും ഒരാളുടെ അട്രാക്ഷൻ മറികടക്കാനുള്ള എന്താ പറയുക രീതിയിൽ എനർജി കുറെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും കൂടി ക്യാൻസൽ ആയി പോകുന്നൊരു എന്താ പറയുക ഒരു രീതിയായിരിക്കും. മനസ്സിലാണോ? അപ്പൊ ചെറിയ ബോഡിയുടെ അടുത്തായിരിക്കും മിക്കവാറും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് കുറച്ചുകൂടി ലഗ്രാഞ്ച് പോയിന്റ് ഉണ്ടാവുക. വലിയ ബോഡിയിൽ നിന്ന് കുറച്ച് അകന്ന് എന്തായിരിക്കും ചെറിയ ബോർഡ് അടുത്തായി. ഇപ്പൊ നമ്മളുടെ സൂര്യനിലേക്ക് നമ്മൾ നടത്തിയിട്ടുള്ള ആദിത്യ മിഷൻ എവിടെ പോയിട്ടാ?
ലഗ്രാഞ്ചെ പോയിന്റ് 1-ലാണ് അത് കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്തിരിക്കുന്നത്. മനസ്സിലാണോ? ഇവിടെ സൺ ആണെന്നുണ്ടെങ്കിൽ ലഗ്രാഞ്ചെ പോയിന്റ് 1-ലാണ് ആദ്യത്തെ മിഷൻ കൊണ്ടിട്ട് പാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഏത് ലഗ്രാഞ്ചെ പോയിന്റിലാണ് എന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? ലഗ്രാഞ്ചെ പോയിന്റ് 2-ലാണുള്ളത്. മനസ്സിലാണ്ടോ? ആൻ ഓർബിറ്റൽ പോയിന്റ് 1.5 മില്യൺ കിലോമീറ്റേഴ്സ് ഫ്രം എർത്ത്. ഇതേ ദൂരത്തിൽ തന്നെയാണ് ആരെയും കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്? നമ്മളുടെ ആദിത്യനും കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. പക്ഷേ ലഗ്രാഞ്ചെ പോയിന്റ് 1-ലാണെന്നേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇത് പ്രത്യേകം എന്ത് ചെയ്യുക? ഓർക്കുക. ഇറ്റ് ഡസ് നോട്ട് ഓർബിറ്റ് സൺ ഡയറക്ട്ലി ബട്ട് ഇൻസ്റ്റെഡ് മെയിൻറ്റെയിൻസ് എ ഹാലോ ഓർബിറ്റ് അറൌണ്ട് L2 which keeps it in a constant position relative to Earth and Sun to avoid heat and light interferences from our planet. എൻ്റെ ഗുണം എന്താണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളത് മാത്രമാണ്. ബാക്കിയുള്ള എക്സ്ട്രാ ഡീറ്റെയിൽസ് കൂടി എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ചേർത്തിട്ടുണ്ട്. ഞാൻ വെറുതെ എന്ത് ചെയ്യുന്നില്ല, അത് വായിച്ചു തരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഞാൻ സമയം കളയുന്നില്ല. ഒന്ന് എന്ത് ചെയ്യുക, നോക്കാനായിട്ട് അത് ശ്രദ്ധിക്കുക. സോ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റുമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പോകേണ്ടതായിട്ട് ഉണ്ട്. അടുത്ത ചോദ്യം നോക്കൂ. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ ഇവല്യൂഷൻ ഓഫ് എ സ്മോൾ സ്റ്റാർ. ഒരു സ്മോൾ സ്റ്റാറിൻ്റെ ലൈഫിൻ്റെ ഓർഡറിൽ ഇവയെ എന്ത് ചെയ്യുക, ഒന്ന് അറേഞ്ച് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും സംശയമുണ്ടോ? സംശയം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് ഓൾറെഡി തന്നിട്ടുള്ളത്. നോക്കൂ, ഞാൻ എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് പറഞ്ഞു തരാം. നോക്കൂ, ആദ്യം എന്താ, ഒരു ആവറേജ് സ്റ്റാർ നെബുല ആണ്. നെബുലയിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്, ഒരു സ്റ്റാറിന് ഒരു കോർ ഫോർമേഷൻ ഉണ്ടാവുന്നു അല്ലെ. ഒന്ന് ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് അവസാനം ഒരു കോർ വരുന്നു. ആ കോറിൽ നിന്ന് എനർജി ഉണ്ടാക്കാൻ തുടങ്ങുന്നു, ഫ്യൂഷൻ തുടങ്ങുന്നു. ഒരു ആവറേജ് സ്റ്റാർ ഉണ്ട്. ചിലത് സ്റ്റാർ വലിയ സ്റ്റാർ ആവും. ആവറേജ് സ്റ്റാർ ഒരു റെഡ് ജയന്റ് ആകും. മാസീവ് ആയിട്ട് കുറച്ചുകൂടി വലിയൊരു സ്റ്റാർ ആണെങ്കിൽ അത് ഒരു എന്താണ്, സൂപ്പർ റെഡ് ജയന്റ് ആകും. ഈ റെഡ് ജയന്റ് അവസാനം അതിൻ്റെ ലൈഫ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ചുറ്റുമുള്ള ഭാഗം എന്ത് ചെയ്യും, ഇതിൽ നിന്ന് അടർന്നങ്ങ് പോകും അല്ലെ, പൊട്ടിയിട്ട് അങ്ങ് പുറത്തേക്ക് പോകും. ആ പൊട്ടി പുറത്തേക്ക് പോകുന്ന ഭാഗമാണ് നെബുലയായിട്ട് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് പോകുന്നത് അല്ലെ. എന്നിട്ട് എന്ത് മാത്രം ബാക്കിയാവും, ഈ ഒരു വൈറ്റ് ഡ്വാർഫ് മാത്രം ബാക്കിയാവും. പക്ഷെ സെർട്ടേൺ വലിപ്പം കൂടുതലുള്ള ചില സ്റ്റാറുകൾ അതിൻ്റെ അവസാനം ഇതുപോലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു നെബുല എന്താണ് അതിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള അവസാനം ആയിരിക്കില്ല. അത് ഒരു വലിയ സ്ഫോടനം നടത്തിക്കൊണ്ടായിട്ടാണ് എന്ത് ചെയ്യുക, അത് സ്വയം കൊളാപ്സ് ആയി വലിയ സ്ഫോടനത്തിലൂടെയാണ് എന്ത് ചെയ്യുക. ഈ സ്ഫോടനത്തിനെയാണ് സൂപ്പർനോവ എന്ന് പറയുന്നത്. ഈ സൂപ്പർനോവ സ്ഫോടനത്തിന് ശേഷം അതൊന്നില്ലെങ്കിൽ ന്യൂട്രോൺ സ്റ്റാർ ആവാം. ന്യൂട്രോൺ സ്റ്റാറിനും അതിലും വലിയ മാസമുള്ള സ്റ്റാർ എന്താ പറയുക, സ്റ്റാർ ആയിരുന്നതെങ്കിൽ അതെന്താവാം, അത് ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറാം. ഇതിൻ്റെയൊക്കെ നമ്മൾ TOV ലിമിറ്റും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളുടെ ചന്ദ്രശേഖർ ലിമിറ്റും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഭാഗം കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഒരു സ്മോൾ സ്റ്റാറിൻ്റെ ലൈഫ് ആണെന്നെങ്കിൽ റെഡ് ജയന്റ് ആയിരിക്കും, പ്ലാനറ്ററി നെബുലയാവും, പിന്നെ വൈറ്റ് ഡ്വാർഫ് ആകും. ലാർജ് സ്റ്റാർ ആണെങ്കിൽ റെഡ് സൂപ്പർ ജയന്റ് ആയിരിക്കും. സൂപ്പർനോവ സ്ഫോടനത്തിലൂടെയാണ്, പ്ലാനറ്ററി നെബുല ആയിട്ടല്ല, സൂപ്പർനോവ സ്ഫോടനം നടക്കുന്നു. അത് ന്യൂട്രോൺ സ്റ്റാറോ ബ്ലാക്ക് ഹോളോ ആയിട്ട് മാറും. ഈ ഒരു ഓർഡർ ജസ്റ്റ് ഓർത്ത് വെക്കാനായിട്ടാണ് ഈ ചോദ്യം നമ്മൾ ഉൾപ്പെടുത്തിയത്. അടുത്ത ചോദ്യം നോക്കൂ. An aurora is caused by the sun releasing charged particles into space which are then directed by Earth's magnetic field to the polar regions. ശരിയല്ലേ? അതേ അറോറ എന്താണോ അതൊന്ന് കൃത്യമായി പറഞ്ഞതല്ലേ. ന്യൂക്ലിയർ ഫിഷൻ ഇസ് ദ എനർജി സോഴ്സ് ഓഫ് സൺ ആണോ? അല്ല, ഉറപ്പാണ്. ഇതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഈസി ആയിട്ട് സാധാരണ PSC ഇടയ്ക്ക് ഒരു ഫ്രീ ഹിറ്റ് ചോദ്യം തരില്ലേ, അതുപോലത്തെ ഒരു ചോദ്യം അല്ലേ. സൂര്യനിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, സോളാർ വിൻഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ്സ് എന്നുള്ള പല എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് സോളാർ ഫ്ലെയർസ് ആയിട്ടോ അങ്ങനെ പല രീതിയിലും സോളാർ മാസ് ഇജക്ഷൻസ് ആയിട്ടോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, SME ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിലൊക്കെ പല ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടാകും. ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുകയാണ്, ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം എന്ത് ചെയ്യും, ഇപ്പോൾ എർത്ത് ഇതാണെന്ന് വിചാരിക്കും, എർത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, പോൾ ടു പോൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡുകൾ കിടക്കുന്നുണ്ട് അല്ലെ, ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇതൊക്കെ ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്യും, ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇതിനൊക്കെ തടയും. അവസാനം എവിടെ മാത്രം ഇത് വരും, ഈ വരുന്ന സാധനങ്ങളൊക്കെ പോൾസിൻ്റെ അവിടേക്ക് എന്ത് ചെയ്യും, വരും അല്ലെ, പോൾസിൻ്റെ അവിടേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പോളാർ ഏരിയകൾ നമ്മൾ നോർവേയിലും നോർത്തേൺ പോളിൻ്റെയും സതേൺ പോളിൻ്റെ അവിടെ പോയിട്ടല്ലേ ഈ അറോറാസ് കാണാറുള്ളത്. അതിന് കാരണം ഇതാണ്, പോൾസിൻ്റെ അവിടെ മാത്രമേ ഇത് വന്നിട്ട് എൻ്റർ ആവുന്നുള്ളൂ. മനസ്സിലാവുന്നു, കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ ഭാഗത്തേക്കാണ്. അപ്പോൾ ആ രീതിയിൽ അറോറ ബൊറേലിസ് എന്നറിയപ്പെടുന്ന നോർത്തേൺ ലൈറ്റ്സും അതുപോലെ തന്നെ ഒറോറ ഓസ്ട്രാലിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സതേൺ ലൈറ്റ്സും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അപ്പർ അറ്റ്മോസ്ഫിയറിലുള്ള എന്താ പറയുക ഭാഗങ്ങളിൽ എന്താണ് ഉള്ള ആറ്റങ്ങളെ ഇവ എക്സൈറ്റ് ചെയ്യിപ്പിക്കും. ഈ എനർജി വന്നിട്ട് മനസ്സിലാണ്ടോ, ഈ എക്സൈറ്റ് ആവപ്പെടുന്ന ആറ്റങ്ങൾ ഗ്ലോ ചെയ്യും, തിളങ്ങും. ഇതിനെയാണ് നമ്മൾ നോർത്തേൺ ലൈറ്റ് ആയിട്ടും സതേൺ ലൈറ്റ് ആയിട്ടൊക്കെ നമ്മൾ കാണുന്നത്. മനസ്സിലായോ? പ്രത്യേകം ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ മറ്റത് ഞാൻ ഒന്നും പറയുന്നില്ല, ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയാണ്, ഫിഷനിലൂടെയല്ല സൂര്യനിൽ എന്തുണ്ടാകുന്നത്, എനർജി ഉണ്ടാകുന്നത് എന്ന ബേസിക് കാര്യമാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ചോദ്യം നോക്കൂ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ? വീനസ് റൊട്ടേറ്റ്സ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. ശരിയാണോ? ശരിയാണ്. മെർക്കുറി ഹാസ് ഗോട്ട് വെരി തിക്ക് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ വിച്ച് മോസ്റ്റ്ലി കൺസിസ്റ്റ് ഓഫ് ഹീലിയം ഗ്യാസ്. നമുക്ക് വെരി തിക്ക് എന്ന് പറയുമ്പോൾ തന്നെ തെറ്റാണെന്ന് മനസ്സിലാക്കണം. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് എന്തെന്ന് പറയുന്നത്, ഏറ്റവും അടുത്തുള്ള നമ്മളുടെ പ്ലാനറ്റ്സ് ഉണ്ടല്ലോ, ഈ പ്ലാനറ്റ്സിനൊക്കെ പറ്റിയ കാര്യം എന്താ, സൂര്യൻ്റെ ഫോർമേഷൻ സമയത്ത് തന്നെ ശക്തമായ എനർജിയുടെ സോളാർ വിൻഡ് കാരണം ഇവരുടെ അറ്റ്മോസ്ഫിയർ ഒക്കെ എന്താണ്, ഇതൊക്കെ സ്ട്രിപ്പ് ഔട്ട് ചെയ്ത് ഇതൊക്കെ എടുത്ത് പോയി കളഞ്ഞിട്ടുണ്ട് അല്ലേ? ഈ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ആൾക്ക് ഭയങ്കര തിക്കായിട്ടുള്ള ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ഉണ്ടാവില്ല എന്ന കാര്യം നമ്മൾ ഓർക്കാൻ പറ്റണം. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കണം എന്ന് നമ്മൾ മനസ്സിലാവേണ്ടത്. അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ആ ഒരു ലോജിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എപ്പോഴും അറിയാവുന്ന കാര്യം, ആ വീനസ് എപ്പോഴും നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യങ്ങളൊന്നാണ് അല്ലേ, റെട്രോഗ്രേഡ് അല്ലെങ്കിൽ എന്താണ് ബാക്ക്വേർഡ് പടത്ത് കറങ്ങുന്ന ഒരാളാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇത് കാരണം എന്താണ്, സൺ അപ്പിയർ ടു റൈസ് ഇൻ ദ വെസ്റ്റ് ആൻഡ് സെറ്റ് ഇൻ ദ ഈസ്റ്റ് ഇൻ ദ ഓൺ വീനസ്. വീനസുമായിട്ട് ഒരുപാട് കാര്യം, ലൂസിഫർ എന്നറിയപ്പെടുന്ന ആള്, മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ അല്ലേ, ഒരുപാട് പേരുകൾ നമുക്ക് അതിനുണ്ട് അല്ലേ. വീനസ് ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആണ്, ഇതുപോലെ തിരിച്ചു കറങ്ങുന്ന ആളാണ് അല്ലെ, സൾഫ്യൂരിക് ആസിഡ് ക്ലൗഡുകൾ ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ യെല്ലോ പ്ലാനറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ്. അങ്ങനെ നിരവധി എന്താ പറയുക പ്രത്യേകതകൾ അടങ്ങുന്ന ഒരു ഗ്രഹമാണ് വീനസ്. പഠിക്കുക, കൃത്യമായിട്ട് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ക്ലാസ്സിലൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. കാരണം എന്താണ്, നേരത്തെ പറയുമ്പോൾ തന്നെ എന്താണ്, റിയാലിറ്റി മെർക്കുറി ഹാസ് എ വെരി എക്സ്ട്രീംലി തിൻ അറ്റ്മോസ്ഫിയർ. മനസ്സിലാവുണ്ടോ? അത് എന്താണ്, അത് സർഫേസ് ബോണ്ടഡ് അറ്റ്മോസ്ഫിയർ, നമ്മുടെ ഏറ്റവും മുകളിലുള്ള എക്സോസ്ഫിയർ, ഇതിനെ തന്നെ എക്സോസ്ഫിയർ എന്നാ പറയാ, ഒട്ടും ബോണ്ടഡ് അല്ല അതിലേക്ക്. ഓൾസോ ചെറിയ ഗ്രഹമാണ് അല്ലെ. എന്താണ് ഭൂമിയുടെ ചുറ്റും അറ്റ്മോസ്ഫിയറിനെ പിടിച്ചു നിർത്തുന്ന എന്താണ്, ഭൂമിക്ക് അത് പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്, ആ അത്രയും വലിപ്പം ഭൂമിക്കുണ്ട്. ഈ കുഞ്ഞു ഗ്രഹത്തിന് എന്താണ്, വലിയൊരു അറ്റ്മോസ്ഫിയറിനെ പിടിച്ചു നിർത്താനുള്ള എന്താണ് ശക്തിയുമില്ല. സോളാർ വിൻഡ് തുടർച്ചയായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അല്ലെ. ഇതൊക്കെ കൂടി ചേർത്തിട്ട് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ. സോ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആയിട്ടുള്ള ലെവലിലേ ഉള്ളൂ. ഇനി അവിടെ ഉള്ള അബണ്ടന്റ് ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാ, ഓക്സിജൻ, സോഡിയം, ഹൈഡ്രജൻ, ഹീലിയം, ഇവരൊക്കെയാണ് എന്തുള്ളത്, അബണ്ടന്റ് ആയിട്ടുള്ള ആളുകളായിട്ട് ഉള്ളത് എന്നും കൂടി ഓർക്കുക. റൈറ്റ്. അടുത്ത ചോദ്യം നോക്കൂ. ദ ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റ് ഈസ് റിലേറ്റഡ് ടു വിച്ച് സ്പേസ് പ്രോഗ്രാം? അഗൈൻ കറണ്ട് അഫയേഴ്സും സയൻസ് ആൻഡ് ടെക്നോളജിയും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ വരുന്നത്. ആർടെമിസ് പ്രോഗ്രാം കുറച്ചായിട്ട് എവിടെയുണ്ട്, ന്യൂസിലുണ്ട്. എന്താണ് ആർടെമിസ് പ്രോഗ്രാം എന്ന് പറയുന്നത്? നാസയുടെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ സ്പേസ് ഏജൻസി ആയിട്ടുള്ള നാസയുടെ ആർടെമിസ് പ്രോഗ്രാം, ഇറ്റ് ട്രൈസ് ടു റിട്ടേൺ ഹ്യൂമൻസ് ടു ദ മൂൺ. ചന്ദ്രനിലേക്ക് മനുഷ്യന്മാരെ തിരിച്ചെത്തിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്, ഈ ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അതിൽ ആദ്യമായിട്ടൊരു സ്ത്രീയെയും ആദ്യമായിട്ട് പേഴ്സൺ ഓഫ് കളർ, അതായത് ഒരു കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ഒരാളെയും എന്ത് ചെയ്യുകയാണ്, മൂണിലേക്കും പിന്നീട് മാർസിലേക്കും എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ നടക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് സെർവ്സ് ആസ് ദ ക്രൂ എക്സ്പ്ലോറേഷൻ വെഹിക്കിൾ. അതായത് 3 മിഷനായിട്ട് അവർ നടത്തുന്നത്. ഒന്ന് ആർടെമിസ് 1 ആണ്. ഇതിൽ ക്രൂ ഒന്നും ഇല്ലാണ്ട് വെറുതെ ഒരു ടെസ്റ്റ് ഫ്ലൈറ്റ് നടത്തിയിട്ട് എന്താണ്, മൂണിലേക്ക് നടത്തിയിട്ടും തിരിച്ചും കൊണ്ടുവരികയാണ്. ആർടെമിസ് 2 എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ക്രൂഡ് മിഷനാണ്. ഇവർ പക്ഷെ എന്ത് ചെയ്യും, ഇവർ ജസ്റ്റ് അതിൻ്റെ ചുറ്റും ഒന്ന് ഫ്ലൈ അറൗണ്ട് ചെയ്തിട്ട് തിരിച്ചു വരും. ആർടെമിസ് 3 എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് മിഷൻ ടു ലാൻഡ് ഹ്യൂമൻസ് ഓൺ ലൂണാർ സർഫേസ് വിച്ച് വിൽ യൂസ് സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് സ്പേസ് ക്രാഫ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്ത് ചെയ്യുകയാണ്, സ്പേസ് എക്സിൻ്റെ സ്റ്റാർഷിപ്പ് സ്പേസ് ക്രാഫ്റ്റ് ഉപയോഗിച്ചിട്ട് മനുഷ്യന്മാരെ ആദ്യമായിട്ട് അവിടെ ലാൻഡ് ആദ്യമായിട്ടെന്ന് വെച്ചാൽ ഇത്രയും കാലത്തിന് ശേഷം എന്ത് ചെയ്യുകയാണ്, പോയിട്ട് ലാൻഡ് ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്, തിരിച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതെന്ത് ചെയ്യുക, ഓർക്കാനായിട്ട് എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് സാറ്റലൈറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം? വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് സാറ്റലൈറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം? നിങ്ങൾക്ക് അറിയും എന്ന് വിചാരിക്കണം. വലുത് നിങ്ങൾക്ക് അറിയുമായിരിക്കും, ചെറുത് ഓർക്കുക, ഡെയ്മോസ് ആണ്. മാർസിൻ്റെ 2 സാറ്റലൈറ്റുകളാണ് ഡെയ്മോസും ഫോബോസും. അതിൽ ഏറ്റവും ചെറിയ ആളാണ് ഡെയ്മോസ്. 6.2 കിലോമീറ്റർ ആണ് അതിൻ്റെ റേഡിയസ് വരുന്നത്. 6.2 കിലോമീറ്റർ, നമ്മുടെ പഞ്ചായത്തിൻ്റെ വലുപ്പം എന്ന് പറയാം, അതേ വേണമെങ്കിൽ അത്രയും ഇല്ലെന്ന് പറയാം. റേഡിയസ് ആണ് ഇതിന് വരുന്നത്. പിന്നെ ലാർജസ്റ്റ് ഏതാണെന്ന് അറിയാലോ, ഗാനിമീഡ് ആണ്. ഗാനിമീഡ് ജൂപ്പിറ്ററിൻ്റെ സാറ്റലൈറ്റ് ആണ്. ഡയമീറ്റർ എത്രയാ, 5268. അവസാനത്തെ 8 പോലും എവിടെ ഇല്ല, നമ്മളുടെ പാവൻ ഡെയ്മോസിന് ഇല്ല. ആൻഡ് ഇതിന്റെ പ്രത്യേകത എന്താ, ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് കോർ ഉണ്ട്, ഒരു കോറാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് അല്ലേ. പ്രോപ്പർ കോറായിട്ടുള്ള സ്വന്തമായ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള ഒരാളാണ് ആര്, ഗാനിമീഡ് എന്ന് പറയുന്നത്. അതുകൂടി ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഇറ്റ് ഈസ് ലാർജർ ദാൻ പ്ലാനറ്റ് മെർക്കുറി. മനസ്സിലാക്കുന്നുണ്ടോ? കഥയുടെ വലിപ്പം മനസ്സിലായോ? ഇറ്റ് ഈസ് ലാർജർ ദാൻ പ്ലാനറ്റ് മെർക്കുറി. റൈറ്റ്. ചോദ്യം നോക്കൂ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ്? ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ ജോഗ്രഫി ആണ്. ഹിമാദ്രി ഈസ് ദ ടോളസ്റ്റ് എമംഗ് ദ ഹിമാലയൻ മൗണ്ടെയിൻസ് വിത്ത് ആൻ ആവറേജ് ഹൈറ്റ് ഓഫ് അറൌണ്ട് 6000 മീറ്റർ എന്ന് പറയുന്നു. ശരിയാണോ? കറക്റ്റ് ആണ് അല്ലേ? നംഗ പർവ്വത് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഹിമാചൽ ലെസർ ഹിമാലയാസ്. ആണോ? ഇത്രയും വലിയ ആള് ഹിമാചലിന്റെ ഭാഗമായിട്ടാണോ ഉള്ളത്? അല്ല, ഹിമാദ്രി. ശിവാലിക് ഈസ് എ കണ്ടിന്യൂസ് സ്ട്രീം. അവിടെ തന്നെ പോയില്ലേ, കണ്ടിന്യൂസ് ആണ് ശിവാലിക്. അല്ല, ഒഴുകി ഇറങ്ങുന്ന നദികളൊക്കെ ഇങ്ങനെ എന്താണ് മുറിച്ചിട്ട് ശിവാലിക് ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുന്നൊരു നിരയാണ്. അപ്പൊ ഏതാണ് ശരിയായിട്ടുള്ളത്? ഇവിടെ ഇൻകറക്റ്റാ ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് 2ഉം 3ഉം ഇൻകറക്റ്റ് ആണ്. 2 and 3 ഓൺലി ആണ് ഇവിടുത്തെ ശരിയായിട്ട് ആൻസർ വരിക. ആണോ? അങ്ങനെയൊക്കെ തന്നെയാണോ? സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ്, 2 ഇൻകറക്റ്റ്, 3ഉം ഇൻകറക്റ്റ്. തെറ്റാണ് അല്ലെ? ഇത് ലോജിക്കൽ ആയിട്ടുള്ള കാര്യമല്ലേ? ഹിമാദ്രി അല്ലെ, സെൻട്രൽ ഹിമാലയ അല്ലെ, ഗ്രേറ്റർ ഹിമാലയാസ്, ഹിമാദ്രി എന്നൊക്കെ അറിയപ്പെടുന്ന 6000 മീറ്റർ ആവറേജ് എലിവേഷനുള്ള ഭാഗമാണ് ഹിമാദ്രി. ഗംഗ, യമുന തുടങ്ങിയ നദികളൊക്കെ ഇവിടുന്ന് ഒറിജിൻ ചെയ്യുന്നു. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ വേൾഡ്സ് ഹയസ്റ്റ് പീക്സ് അല്ലെ. മൗണ്ട് എവറസ്റ്റ് ആകട്ടെ, കഞ്ചൻജംഗ ആകട്ടെ, നംഗപർവ്വത് ആകട്ടെ, അങ്ങനത്തെ പ്രധാനപ്പെട്ട അന്നപൂർണ ആകട്ടെ, ഇങ്ങനെ പല പ്രധാനപ്പെട്ട പീക്കുകളൊക്കെ 8000 മീറ്ററിന്റെ മുകളിൽ വരുന്ന പീക്കുകളില്ലേ, അതൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് റേഞ്ച്, തുടർച്ചയായ റേഞ്ച് ആണ്, വിത്ത് എ പെർമനന്റ് സ്നോ കവർ ആൻഡ് മെനി ഗ്ലേഷ്യേഴ്സ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. നംഗപർവ്വത് എങ്ങനെയാണ്? അത് ഗ്രേറ്റർ ഹിമാലയാസിന്റെ ഭാഗമാണ്, ലെസർ ഹിമാലയാസിന്റെ ഭാഗം അല്ല. ദ മെയിൻ മൗണ്ടെയിൻ റേഞ്ചസ് ഇൻ ദ ലെസർ ഹിമാലയാസ് അല്ല, ഇനി ലെസർ ഹിമാലയാസ് ഹിമാചലിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട മൗണ്ടെയിൻ റേഞ്ചുകൾ ഏതൊക്കെയാണ്? പീർ പഞ്ചൽ റേഞ്ച്, ധൗളാധാർ റേഞ്ച്, നാഗ് ടിബ്ബ ആൻഡ് മുസൂറി റേഞ്ചുകളൊക്കെ ഹിമാചലിന്റെ ഭാഗമാണ്, ഹിമാചൽ റേഞ്ചിന്റെ ഭാഗമാണ്, ഹിമാദ്രിയുടെ ഭാഗമല്ല. ഓർക്കാൻ ശ്രദ്ധിക്കുക. സ്റ്റേറ്റ്മെന്റ് 3ഉം ഇൻകറക്റ്റ് ആയിരുന്നു. ശിവാലിക് കണ്ടിന്യൂസ് റേഞ്ച് അല്ല. ഇറ്റ് ഈസ് നോട്ട് എ കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് മൗണ്ടെയിൻസ്. എന്താണ്? ഹിമാലയൻ റിവറുകൾ ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങൾ ഇത് കട്ടിങ് അക്രോസ് ശിവാലിക്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗത്തുള്ള കൂടുതൽ കാണാൻ പറ്റുന്ന ഏതാണ്? ലാർജ് വാലീസ് കോൾഡ് ഡ്യൂൺസ് ആർ ഒബ്സർവ്ഡ് ഹിയർ. മനസ്സിലാവുന്ന നമ്മളറിയാം അല്ലെ? ഹിമാചലിന്റെയും അതുപോലെ തന്നെ എന്താണ് ശിവാലിക്കിന്റെയും ഒക്കെ അവിടെയായിട്ട് നമുക്ക് ഈ ഡ്യൂൺ, ഡെറാഡൂൺ എന്നൊക്കെ കിട്ടില്ല, അത്തരത്തിലുള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓർത്ത് വെക്കുമല്ലോ കൃത്യമായിട്ട് ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ? ഹിമാചൽ അല്ലെങ്കിൽ ലെസർ ഹിമാലയാസ് കൺസിസ്റ്റ് ഓഫ് ഹൈലി കംപ്രസ്ഡ് ആൻഡ് ആൾട്ടേർഡ് റോക്സ് എന്ന് പറയുന്നു. അപ്പൊ ഹൈലി കംപ്രസ്ഡ് ആയിട്ടുള്ള ആൾട്ടേർഡ് റോക്സ് ആണോ ഹിമാചലിലും ലെസർ ഹിമാലയാസിലും കാണുന്നത്? അതെ, കാരണം ഇന്ത്യൻ പ്ലേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ട് മൂവ് ചെയ്ത് പോയി ഇടിച്ചു കയറുന്ന സമയത്ത് നടന്നിട്ടുള്ള അതിശക്തമായ കംപ്രഷൻ, ശക്തമായ പ്രഷർ, അതുകൊണ്ടുണ്ടാക്കിയ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ആ റോക്കുകളെ ആൾട്ടർ ചെയ്യുന്നുണ്ട്, അവയുടെ സ്വഭാവം മെറ്റാമോർഫ്ഡ് ആക്കുന്നുണ്ട് അല്ലെ? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. മെയിൻ ത്രസ്റ്റ് സെപ്പറേറ്റ്സ് ഹിമാചൽ ഫ്രം ശിവാലിക്. ഹിമാചലിനെയും ശിവാലിക്കിനെയും ആണോ മെയിൻ ത്രസ്റ്റ് എന്താ പറയുക ഇതാക്കുന്നത്? അല്ല. ആരെയൊക്കെയാണ് ചെയ്യുന്നത്? ഗ്രേറ്റർ ഹിമാലയാസിനെയും ലെസർ ഹിമാലയാസിനെയുമാണ് ചെയ്യുന്നത് അല്ലെ? അതായത് ഹിമാദ്രിയെയും ഹിമാചലിനെയുമാണ് എന്ത് ചെയ്യുന്നത്? മെയിൻ സെൻട്രൽ ത്രസ്റ്റ് വേർതിരിക്കുന്നത്. ഇത് ഓൾറെഡി പറഞ്ഞു അല്ലെ? ഇന്ത്യൻ പ്ലേറ്റ് വന്നിട്ട് എന്താണ്? ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെന്റ് കാരണമാണ് ഇമ്മൻസ് പ്രഷർ ഉണ്ടാവുക. ഇമ്മൻസ് പ്രഷർ മെറ്റാമോർഫിസം സംഭവിപ്പിക്കുന്നു റോക്സിന് അല്ലെ? എന്നിട്ടാണ് ഇതിനെ ന്യൂ ആൾട്ടേർഡ് റോക്കുകളായിട്ട് അവയെ മാറ്റുന്നത് അല്ലെ? ഇനി ശിവാലിക് എന്താ പറയുക? ദ ശിവാലിക്സ് ആർ സെപ്പറേറ്റഡ് ഫ്രം ദ ലെസർ ഹിമാലയാസ് ബൈ ദ മെയിൻ ബൗണ്ടറി ട്രസ്റ്റ്. മെയിൻ ബൗണ്ടറി ട്രസ്റ്റ് ആണ് ലെസർ ഹിമാലയാസിനെയും ശിവാലിക്കിനെയും തമ്മിൽ വേർതിരിക്കുന്നത്. മെയിൻ സെൻട്രൽ ട്രസ്റ്റ് എന്തിനെയാണ്? ഗ്രേറ്റർ ഹിമാലയാസിനെയും ലെസർ ഹിമാലയാസിനെയും. ഗ്രേറ്റർ ഹിമാലയാസ് പോകുന്നുണ്ട്, പിന്നെ ലെസർ ഹിമാലയാസ്, പിന്നെ ഏറ്റവും സദേൺ ഭാഗത്താണ് ശിവാലിക് പോകുന്നത് അല്ലെ? ഇത് ലെസർ ഹിമാലയാസ്, ഇത് ഗ്രേറ്റർ ഹിമാലയാസ്, അഥവാ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഓക്കെ, ഇതിനെ രണ്ടിനെയും വേർതിരിക്കുന്നതാണ് ഇപ്പൊ പറഞ്ഞ MCT. MBT എവിടെയാണ്? ലെസർ ഹിമാലയാസിനെയും ശിവാലിക്കിനെയും വേർതിരിക്കുന്നതാണ് ഏത് വരുന്നത്? MBT വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓർക്കാനായിട്ട് എന്ത് ചെയ്യുക? പ്രത്യേകിച്ച് ഇതൊക്കെ ഒരു ജിയോളജിക്കൽ ആയിട്ടുള്ള എന്താ പറയുക, ഈ പ്ലേറ്റ് മൂവ്മെന്റ് കാരണം ഉണ്ടായിട്ടുള്ള ഫോൾട്ട് ലൈനുകളാണ്. അടുത്ത പ്ലേറ്റിൽ ഉണ്ടാവുന്ന ഇടയ്ക്ക് ഫോൾട്ടുകൾ ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു പീസ് ഒരു ലൈന് പോവില്ല ഇങ്ങനെ അവിടെയാണ് ഈ തെന്നലുകളൊക്കെ ഉണ്ടാവുക. ആ ഫോൾട്ടിൽ അങ്ങനത്തെ ബേസിക് ജിയോളജിക്കൽ ഫോൾട്ട് ലൈനുകൾ, പ്രധാനപ്പെട്ട ലൈനുകളാണ് ഈ മെയിൻ സെൻട്രൽ ത്രസ്റ്റിലും അതുപോലെ തന്നെ മെയിൻ എന്താ പറയുക ബൗണ്ടറി ത്രസ്റ്റിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വയ്ക്കുക. അതൊക്കെ എക്സ്ട്രാ ഇൻഫർമേഷൻസ് വേണ്ടി തന്നതാണ്, ഓർത്ത് വയ്ക്കുക. വിച്ച് ഹിമാലയാസ് ഈസ് ഫേമസ് ഫോർ ടെറസ് കൾട്ടിവേഷൻ? ഏറ്റവും അധികം കൃഷി നടക്കുന്ന, ടെറസ് കൾട്ടിവേഷൻ നടക്കുന്ന നമുക്കറിയാം എവിടെയാണ്? ശിവാലിക്കിന്റെ ഭാഗങ്ങളിലാണ് അല്ലെ? കാരണം അവിടേക്കാണ് നമുക്ക് വെള്ളമാണെങ്കിലും കിട്ടുക, കുറച്ചുകൂടി എന്താ പറയുക സ്റ്റീപ്നെസ്, നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന സ്റ്റീപ്നെസ്സിലേക്ക് എത്തിക്കുക. സോ ശിവാലിക് ഹിമാലയാസ് ആർ ദ ഫേമസ് ഫോർ ടെറസ് കൾട്ടിവേഷൻ. കാരണം സ്റ്റീപ്പ് ആയിട്ടുള്ള ഹില്ലി ടെറൈൻ ആണ്.
വിച്ച് മേക്സ് ദിസ് അഗ്രികൾച്ചർ ടെക്നിക് നെസസറി ടു പ്രിവെന്റ് സോയിൽ ഇറോഷൻ എന്ത് ചെയ്യാണ്, കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ടെറസ് ഫാമിംഗ് ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് ഫ്ലാറ്റ് സ്റ്റെപ്സ് ഓൺ ഹിൽ സൈഡ്സ് ടു ഗ്രോ ക്രോപ്സ് ലൈക്ക് റൈസ്, മെയ്സ്, വീറ്റ് ആൻഡ് ഷുഗർ കെയിൻ. അതായത് ഇങ്ങനെയായിരിക്കും അത് ഉണ്ടാവുക. കുറച്ച് കാലം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിൽ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ട് അത് എങ്ങനെയായിരിക്കും, ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ഏരിയ ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ഏരിയ, പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ഏരിയ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ഏരിയ, ഇങ്ങനെയായിരിക്കും പിന്നീട് പോവുക. അപ്പോൾ ഈ ഫ്ലാറ്റ് ഏരിയകളിലേക്ക് എന്ത് ചെയ്യും, അവർ കൃത്യമായിട്ട് വെള്ളം, അപ്പോൾ ഇങ്ങനെ കുത്തി ഒലിച്ച് സോയിൽ ഇറോഷൻ ഉണ്ടാവില്ല. ഇവിടുന്ന് കുത്തി ഒലിച്ചാൽ ഇവിടെ കുറേയൊക്കെ നിൽക്കും, ഇവിടെ അടുത്തത് നിൽക്കും, അടുത്തത് കുറേ ഇവിടെ നിൽക്കും, അങ്ങനെ നിന്നിട്ട് എന്ത് ചെയ്യുള്ളൂ, വെള്ളമൊക്കെ പോവുകയൊക്കെ ചെയ്യുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇത് ശ്രദ്ധിക്കുക. അടുത്ത് നോക്കൂ. The Indus River flows between Ladakh and Zanskar Range. Patkai-Bum separates India from Myanmar. രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. നോക്കൂ, സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. നമ്മളെ മാപ്പ് ഉൾപ്പെടെ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. നോക്കൂ, ഇതാ ഈ ഒഴുകി പോകുന്നുണ്ടോ, ഇങ്ങനെ ഒഴുകി പോകുന്ന ഇതാണ് ഏത്, സിന്ധു നദി. മനസ്സിലാവുന്നുണ്ടോ? സിന്ധു നദി. മനസ്സിലാണോ? ദാ ഇവിടെയാണ് നംഗപർവ്വതം കിടക്കുന്നത്. ഈ നംഗപർവ്വതത്തിന്റെ ഇപ്പുറത്ത് കൂടെ പോയിട്ട് എന്ത് ചെയ്യും, സിൻടാക്സിയൽ ബെൻഡ് എടുത്ത് താഴത്തേക്ക് പിന്നെ ഒഴുകിപ്പോവും അല്ലെ. ആരുടെയൊക്കെ ഇടയിലാണ് നിൽക്കുന്നത് കണ്ടോ നിങ്ങൾ? ആരൊക്കെയാണ്? ഇവിടെ ലഡാക്ക് റേഞ്ച് കിടക്കുന്നുണ്ട്, ഇവിടെ ഇതാ സസ്കർ റേഞ്ച് കിടക്കുന്നത്. ഇവർ രണ്ടുപേരുടെ ഇടയിൽ കൂടെയാണ് സിന്ധു നദി ഒഴുകി പോകുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അപ്പോൾ ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആ ഓർഡർ കൃത്യമായി ഓർത്ത് വെക്കണേ. ഇവിടെ ഏതാണ്? ഇവിടെ കിടക്കുന്നത് സസ്കർ റേഞ്ച്, അത് കഴിഞ്ഞിട്ട് ലഡാക്ക് റേഞ്ച്, അതിനുശേഷം കാറക്കോറം റേഞ്ച്. സസ്കർ റേഞ്ചിന്റെ സൗത്തിലേക്ക് ആരാണ്? നമ്മുടെ ഹിമാദ്രി, പിന്നെ ഹിമാചൽ, പിന്നെ ശിവാലിക്. ഇങ്ങനെയാണ് മൊത്തത്തിലുള്ള ഈ റേഞ്ചുകൾ കിടക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. പട്കായി-ഭം മൗണ്ടെയിൻസ് ഫോം എ നാച്ചുറൽ ബൗണ്ടറി ദാറ്റ് സെപ്പറേറ്റ്സ് ഇന്ത്യ ഫ്രം മ്യാൻമാർ. ഒരു നാച്ചുറൽ ബൗണ്ടറി ആയിട്ട് പട്കായി-ഭം എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട്. ദ മൗണ്ടെയിൻ റേഞ്ച് ഈസ് ലൊക്കേറ്റഡ് ഓൺ ഇന്ത്യസ് നോർത്ത് ഈസ്റ്റേൺ ബോർഡർ ആൻഡ് ഈസ് പാർട്ട് ഓഫ് ദ ലാർജർ ഇന്തോ മ്യാൻമാർ മൗണ്ടെയിൻ. ഇന്തോ മ്യാൻമാർ ആയിട്ടുള്ള, അതായത് നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റ് വന്ന് ഇടിച്ചപ്പോൾ ഇങ്ങനെ പൊങ്ങിയില്ലേ, അങ്ങനത്തെ ഒരു മൗണ്ടെയിൻ റേഞ്ചിന്റെ ഭാഗമാണ്, നമ്മുടെ പൂർവാഞ്ചലിന്റെ അവിടെ കിടക്കുന്നതായിട്ടുള്ള ഭാഗമാണ് ഇതെന്ത് ചെയ്യുന്നത്, വരുന്നത് എന്ന കാര്യം ഓർക്കാം. പട്കായി റേഞ്ച് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബോർഡർ ബിറ്റ്വീൻ ദ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ ആൻഡ് മ്യാൻമാർ. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? റൈറ്റ്. ചോദ്യം നോക്കൂ. സിയാച്ചിൻ ഗ്ലേഷ്യർ പലതവണ ചോദ്യം വന്നിട്ടുള്ളതാണ് അല്ലേ. ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മൗണ്ടെയിൻ റേഞ്ചസ്. ഏതിലാണ്? സംശയം ഒന്നും ഉണ്ടാവരുത്, കാറക്കോറം റേഞ്ചിന്റെ ഭാഗമായിട്ടാണ് അല്ലേ. ഹയസ്റ്റ് ആണ് അല്ലേ, അതായത് വേൾഡ്സ് ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡാണ്. നൂബ്ര റിവർ ഉത്ഭവിക്കുന്ന സ്ഥലമാണ്. സെക്കൻഡ് ലോങ്സ്റ്റ് ഗ്ലേഷ്യർ ഔട്ട്സൈഡ് ദ പോൾസ് ആണ്. ഇതൊക്കെ അതുപോലെ തന്നെ ഇത് പിടിച്ചെടുക്കാനായിട്ട് ഇന്ത്യൻ ആർമി നടത്തിയിട്ടുള്ള ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ മേഘദൂത് അല്ലെ. ഓപ്പറേഷൻ മേഘദൂത് ഈ സിയാച്ചിൻ ഗ്ലേഷ്യർ ഇങ്ങോട്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഓപ്പറേഷനും ആയിരുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ഓർമ്മയുണ്ടാവുമല്ലോ. അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ ലാറ്റിറ്റ്യൂഡിനൽ റേഞ്ച് ഓഫ് കേരള? നോക്കിയത് ഫാക്ച്വൽ ആയിട്ട് ചോദ്യം. ഇങ്ങനത്തെ ചോദ്യങ്ങളും വരാറുണ്ട് BSc-ക്ക്. നിങ്ങൾ ചിലത് കാണാണ്ട് പഠിച്ചു പോകേണ്ട ചില ചോദ്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള ചോദ്യമാണ്. ലാറ്റിറ്റ്യൂഡൽ റേഞ്ച് 8 ഡിഗ്രി 17 ഡിഗ്രി നോർത്തും 12 ഡിഗ്രി 47 ഡിഗ്രി നോർത്തുമാണ്. ഇതുപോലെ ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡിനൽ റേഞ്ച് നിങ്ങൾ പറ്റിയാലൊന്ന് കമന്റ് ചെയ്യുക. ഇന്ത്യയുടെ അത് ഏതൊക്കെ ലാറ്റിറ്റ്യൂഡിന്റെ ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, കേരളം കിടക്കുന്നത് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതേപോലെ ഇന്ത്യ ഏതൊക്കെ ലാറ്റിറ്റ്യൂഡിന്റെ ഇടയിലാണ് കിടക്കുന്നത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാമോ? ഒന്ന് അടിയിൽ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ലോഞ്ചിറ്റ്യൂഡിലോ, ഏതൊക്കെ ലോഞ്ചിറ്റ്യൂഡിന്റെ ഉള്ളിലാണ് കേരളം കിടക്കുന്നത് എന്ന് എന്ത് ചെയ്യുക, ഒന്ന് എന്താ പറയുക, പറയാൻ പറ്റുമോ നോക്കൂ. ഏതൊക്കെ ലോഞ്ചിറ്റ്യൂഡിന്റെ ഇടയിലാണ് കിടക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അത് 7452-ഉം 7722-ന്റെയും ഇടയിലാണ്. ഏതാണ്ട് 3 ഡിഗ്രിയാണ് എന്ത് ചെയ്യുന്നത്, കേരളം കിടക്കുന്നത്. മനസ്സിലായോ? ശ്രദ്ധിക്കുക, വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. Which of the following statements is or are true? The elevation of the highest of Kerala are 70. The highlands of Kerala are 75 meters from the sea level. Highlands to highest അല്ല, highlands 75. ആവറേജ് ആണ് ഇതൊക്കെ പറയുന്നത്. മോർ ദാൻ 50% ഓഫ് ലാൻഡ് ഓഫ് കേരള ഇസ് മിഡ്ലാൻഡ്. ആണോ? ഇത് തെറ്റാണെന്ന് അപ്പം തന്നെ അറിയാം നമുക്ക്. കാരണം ഏറ്റവും കൂടുതലുള്ളത് നമ്മളിവിടെ ഏതാണ്, ഹൈലാൻഡുകളാണെന്ന് നമുക്കറിയാം അല്ലെ. മിഡ്ലാൻഡ് എത്ര കിടക്കുന്നത്? 42% ആണ് എന്ത് ചെയ്യുന്നത് കിടക്കുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓവർ 75 മീറ്റർ ആണ് ഹൈലാൻഡ് എന്ത് ചെയ്യുന്നത്, ആവറേജ് എലിവേഷൻ ആയിട്ട് എന്ത് ചെയ്ത് പോകുന്നത്. നമ്മളുടെ റിവറുകളെല്ലാം ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. വെസ്റ്റേൺ ഗാട്സ് ഇവിടെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അപ്പോൾ 48% മലനാടുകൾ, 42% ഇടനാടുകൾ, 10% തീരപ്രദേശം. ഈ കണക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
വിച്ച് ഡിസ്ട്രിക്ട് ഇൻ കേരള ഹാസ് ദ ലോങ്സ്റ്റ് കോസ്റ്റ് ലൈൻ? നോക്കൂ, കോസ്റ്റ് ലൈനുകളുടെ അളവുകൾ പുതുക്കിയിട്ടുണ്ട് ഇന്ത്യൻ ഗവൺമെന്റ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളൊരു ചെറിയൊരു ക്ലാസ്സും കാര്യങ്ങളും തരാനായിട്ട് നമ്മൾ ശ്രമിക്കാം. കണ്ണൂരാണ് ലോങ്സ്റ്റ് കോസ്റ്റ് ലൈൻ ഉള്ളത്, 95 കിലോമീറ്റർ. ഇത് PSCയുടെ നിലവിൽ ഇതുവരെയുള്ള എക്സാമുകളുടെ കണക്കാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ മാറ്റം വന്നിട്ടുണ്ടോ നമുക്ക് പരിശോധിച്ച് കൃത്യമായിട്ട് ചെയ്യാം. ലീസ്റ്റ് കോസ്റ്റ് ലൈൻ കൊല്ലത്തിലാണ്. ലോങ്സ്റ്റ് കോസ്റ്റ് ലൈൻ ഉള്ള താലൂക്ക് ചേർത്തലയാണ്. ലാർജസ്റ്റ് ഡ്രൈവ് ഇൻ ബീച്ച് ഇൻ ഏഷ്യ മുഴുപ്പലങ്ങാടി ബീച്ചാണ്. സ്ഥിരം PSCയിൽ കാണുന്ന ചില പോയിന്റുകളാണ്, നിങ്ങളോടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ നമുക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ? തെറ്റാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഔട്ട് ഓഫ് ദ ടോട്ടൽ 44 റിവേഴ്സ് ഇൻ കേരള 3 ആർ വെസ്റ്റ് ഫ്ലോയിങ്. അപ്പം തന്നെ തെറ്റിടാലോ നമുക്ക്, അല്ലെ? അപ്പം തന്നെ തെറ്റിടാം. 3 വെസ്റ്റ് ഫ്ലോയിങ് ആണോ? അല്ല, 3 ഈസ്റ്റ് ഫ്ലോയിങ് ആണ്. അപ്പോൾ ഒന്ന് എന്താണ്, എന്തായാലും ആൻസറിൽ വേണം, അല്ലെ? അപ്പോൾ ഒന്നുള്ള 3 ഉണ്ട്. അപ്പോൾ ഇത് നമുക്കല്ലെന്ന് മനസ്സിലായി. ഇനി നെയ്യാർ ഈസ് ദ സദേൺ മോസ്റ്റ് റിവർ. ഇത് ശരിയാണെന്ന് നമുക്കറിയാം, അല്ലെ? അപ്പൊ 2 ഉള്ളത് പാടില്ല, 2 വെട്ടിക്കളഞ്ഞു. ആൻസർ കിട്ടി. 3 വായിക്കേണ്ട ആവശ്യമില്ല, അല്ലെ? ഗായത്രി പുഴ ഈസ് ദ ട്രിബ്യൂട്ടറി ഓഫ് പെരിയാർ ആണോ? അല്ല, ഗായത്രി പുഴ ഏതിന്റെയാണ്? ഭാരതപ്പുഴയുടെ. ഭാരതപ്പുഴയുടെ ട്രിബ്യൂട്ടറിയാണ് ഗായത്രി പുഴ. മനസ്സിലാവുന്നുണ്ടോ? കൃത്യമായിട്ട് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതേ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ പ്രത്യേകിച്ച് എന്താണ് എക്സ്ട്രാ എക്സ്പ്ലനേഷൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഭാരതപ്പുഴയുടെ ട്രിബ്യൂട്ടറീസ്, പ്രധാനപ്പെട്ട റിവേഴ്സിന്റെ ട്രിബ്യൂട്ടറീസ് ഒക്കെ പഠിക്കുക. മനസ്സിലാവുണ്ടോ? കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, കൽപ്പാത്തിപ്പുഴ, ഗായത്രി പുഴയൊക്കെ ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട എന്താണ് നമ്മളുടെ ട്രിബ്യൂട്ടറീസ് ആണ്. അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് റിവർ ഹാസ് ഗോൾഡ് ഡെപ്പോസിറ്റ് ഇൻ കേരള? ഗോൾഡ് ഡെപ്പോസിറ്റ് ഉള്ള കേരളത്തിലെ നദി ഏതാണ്? ഒരുപാട് നമ്മൾ എന്താണ് കേട്ടിട്ടുള്ള ഒരാൾ തന്നെയാണ്. ആരാണ്? ചാലിയാർ. ഏതാണ്? ചാലിയാർ. കേരളത്തിലെ മോസ്റ്റ് പൊല്യൂട്ടഡ് റിവർ ആയിട്ട് അറിയപ്പെടുന്നതും ചാലിയാറാണ്. പ്രധാനമായിട്ട് നമ്മുടെ നിലമ്പൂർ റീജിയനിൻ്റെ ഒക്കെ ആ ഭാഗങ്ങളിലായിട്ട് ചാലിയാറിൽ ഗോൾഡ് ഡെപ്പോസിറ്റുകൾ, അതിൻ്റെ പ്ലേസാർ ഗോൾഡിൻ്റെ എന്താ പറയുക തെളിവുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇറോഷൻ ഓഫ് ഗോൾഡ് ബെയറിംഗ് ക്വാർട്സ് എന്താ പറയുക റീഫുകൾ എന്ത് ചെയ്യുക, വയനാട് ഇരുന്ന് വന്നിട്ട് നമുക്ക് അവിടെ ഇത് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ആളുകൾ പഠനങ്ങൾ നടത്തിക്കൊണ്ടും ഇരിക്കുന്നുണ്ട് എന്ന കാര്യം ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സംശയങ്ങളില്ലല്ലോ? കൃത്യമാണല്ലോ? അടുത്ത ചോദ്യം നോക്കൂ. ദ നാരോവർ വ്യൂ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഫോക്കസസ് ഓൺ ഡാഷ് ബ്രാഞ്ച് ഓഫ് ദി ഗവൺമെന്റ്. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ആണ് ബേസിക്കലി, അല്ലെ? ഇതിന്റെ നാരോവർ വ്യൂ എടുക്കുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥരും മറ്റാളുകളും, അല്ലെ? മന്ത്രിമാർ തീരുമാനിക്കുന്നു, ഉദ്യോഗസ്ഥർ നടപ്പിലാക്കുന്നു. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്താണ്? എക്സിക്യൂട്ടീവ് വിങ് ആണ്, അല്ലെ? അപ്പൊ എക്സിക്യൂട്ടീവ് വിങ് ആണ് ഇതിന്റെ നാരോവർ വ്യൂവിൽ വരുന്നത്. ഇതിനെ ഒന്ന് വളരെ ചുരുങ്ങിയ ഒരു വ്യൂ എടുക്കുകയാണ്, ബ്രോഡർ വ്യൂ അല്ല. അതിൽ എക്സിക്യൂട്ടീവ് വിങ് മാത്രമാണുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾ പോസ്റ്റ് കോർബ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കൊക്കെ കേട്ടിട്ടുണ്ടാവില്ല, അക്രോണിയം കേട്ടിട്ടുണ്ടാവല്ലോ. എന്തൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇത് മുഴുവൻ എക്സിക്യൂട്ടീവ് വിഭാഗങ്ങൾ പ്രധാനമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിനെ വളരെ ചുരുങ്ങി നാരോവർ വ്യൂവിൽ കാണുന്ന മാനേജീരിയൽ വ്യൂ എന്ന് കൂടി പറയും. നാരോവർ വ്യൂ അല്ലെങ്കിൽ മാനേജറിയൽ വ്യൂവിൽ കാണുന്ന ഇതെന്താണ്? ഇറ്റ് ലിമിറ്റ്സ് ദ സ്കോപ്പ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറച്ച് ഉദ്യോഗസ്ഥരിലേക്ക് മാത്രം, അവരുടെ പ്ലാനിങ്ങിലേക്കും അവരുടെ ഓർഗനൈസിംഗിലേക്കും മാത്രം ചുരുക്കുന്ന ഒരു നാരോവർ വ്യൂ ആണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ചുരുങ്ങിയ തലത്തിലുള്ള ഒരു വ്യൂവിനെയാണ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അതിന്റെ ഒരു ബ്രോഡർ വ്യൂ എടുക്കുമ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ എല്ലാവരും വരും. ലെജിസ്ലേച്ചർ വരും, എക്സിക്യൂട്ടീവ് വരും, ഈവൻ ജുഡീഷ്യറി പോലും കടന്നു വരും. മനസ്സിലാവുന്നുണ്ടോ? സോ നാരോവർ വ്യൂവിൽ എക്സിക്യൂട്ടീവ് മാത്രമാണുള്ളത്, ബ്രോഡർ വ്യൂവിൽ 3 വിങ്ങുകളും വരുന്നുണ്ട് എന്ന് എന്ത് ചെയ്യുക, ഓർക്കുക. ഒപ്പം പോസ്റ്റ് കോർബിന്റെ ഓരോ ലെറ്ററും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് വളരെ ഈ അക്രോണിമിന്റെ എന്താ പറയുക എക്സ്പാൻഷൻ എന്ത് എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് ഇതിവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. Paul H. Appleby is considered as the father of Indian public administration. ആണോ? ഒരുപാട് തവണ ചോദിച്ച ചോദ്യം. ശരിയാണ്. പോസ്റ്റ് കോർബ് വ്യൂ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് പ്രപ്പോസ്ഡ് ബൈ ലൂതർ, ഗളിക് ആൻഡ് ഉർവിക്. ശരിയാണോ? അറിയാം, ശരിയാണ്. രണ്ടും നമ്മൾ പലതവണയായിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബോത്ത് ദീസ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പ്ലനേഷൻ, എക്സ്ട്രാ പോയിന്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊന്നും എന്ത് ചെയ്യുക, വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓൾറെഡി നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന വളരെ എളുപ്പമുള്ള ചോദ്യത്തിന്റെ വെറുതെ വായിച്ചിട്ട് ഞാൻ സമയം കളയുന്നില്ല, ആ ഭാഗം ശ്രദ്ധിക്കാനായിട്ട് നോക്കുക.
അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് അടുത്ത ചോദ്യം? വാട്ട് ഡസ് ദ ഡി ഇൻ പോസ്റ്റ് കോർബ് വ്യൂ ഓഫ് ഗലിക് ആൻഡ് ഉർവിക് സ്റ്റാൻഡ് ഫോർ? ഡെവലപ്പിംഗ്, ഡയറക്റ്റിംഗ്, ഡെസിഗ്നേറ്റിംഗ്, ഡെഡിക്കേറ്റഡ്. ഒന്നും അറിയാണ്ട് പ്രത്യേകിച്ച് ഒന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താണ്? ഡി ഫോർ ഡയറക്റ്റിംഗ് ആണ്. പി സ്റ്റാൻഡ്സ് ഫോർ പ്ലാനിങ്, ഒ സ്റ്റാൻഡ്സ് ഫോർ ഓർഗനൈസിങ്, എസ് ഫോർ സ്റ്റാഫിംഗ്, ഡി ഫോർ ഡയറക്റ്റിംഗ്, സി ഫോർ കോർഡിനേറ്റിംഗ്, ഒ ഫോർ റിപ്പോർട്ടിംഗ്, ബി ഫോർ ബജറ്റിംഗ്. ഇങ്ങനെ ഒരു ചോദ്യം വരാനുള്ള നല്ല സാധ്യതയുണ്ട്. സിവിക്സുമായി ബന്ധപ്പെട്ട്, അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ട് അവ ഓരോന്നും ഒന്ന് ഓർത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ സ്കോപ്പ് ഓഫ് സയൻസ്? സയൻസിൻ്റെ സ്കോപ്പുകൾ. ഇത്തരം ചോദ്യങ്ങൾ മോസ്റ്റ്ലി നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ കിട്ടുന്ന ചോദ്യങ്ങളായിരിക്കും. നോക്കൂ, ഇംപ്രൂവിങ് ഹ്യൂമൻ ലൈഫ് തീർച്ചയായിട്ടും ഒരു ഉദ്ദേശമാണ്. അഡ്രസ്സിങ് ഗ്ലോബൽ ചാലഞ്ച് സയൻസ് വെച്ചിട്ടല്ലേ നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുന്നത്. എത്തിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ കോൺട്രിബ്യൂഷൻ. ഇതിൽ നമുക്കൊരു സംശയം തോന്നാം, എന്താണ് എത്തിക്കൽ ഫിലോസഫിക്കൽ കോൺട്രിബ്യൂഷൻസ് എന്ന്. പക്ഷേ സയൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട്. ഓൾ ദ എബോവ് മെൻഷൻഡ് ആർ ദ സ്കോപ്സ് ഓഫ് സയൻസ്. ദ അതർ സ്കോപ്സ് ഏതൊക്കെയാണ്? അണ്ടർസ്റ്റാൻഡിങ് ദ നാച്ചുറൽ വേൾഡ് ലൈക്ക് ഗ്രാവിറ്റി, എർത്ത് എക്സെട്ര. ഡെവലപ്മെന്റ് ഓഫ് ടെക്നോളജി ഫോർ ബെറ്റർമെന്റ് ഓഫ് ഹ്യൂമൻ ലൈഫ്. അതുപോലെ തന്നെ ഏതുകൂടി വരുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഇമ്പാക്ട്. അപ്പോൾ സയൻസിന് ഏതെങ്കിലും എന്താ പറയുക ഒരു ഭാഗത്ത് എന്താ പറയുക കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റും. എല്ലാ മേഖലകളെയും ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ആര് പ്രവർത്തിക്കുന്നത്? സയൻസിൻ്റെ പ്രവൃത്തി. നോക്കൂ, ഹൗ മെനി ഇന്റർ കണക്റ്റഡ് ട്രാക്സ് are there in Science and Technology and Innovation Policy STIP 2020 to create a decentralized and inclusive policy formulation process. അതായത് നമ്മളുടെ ഒരു രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കിടപ്പ്, അല്ലെങ്കിൽ അതിൻ്റെ പോളിസി ഇന്നോവേഷൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഡീസെൻട്രലൈസ് ചെയ്ത് എല്ലാവിടെ നിന്നുള്ള ഇൻപുട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു STIP, അതായത് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പോളിസി 2020 ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ചില ട്രാക്കുകൾ, ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ചില ട്രാക്കുകൾ സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് എത്ര എന്നാണ് ചോദ്യം. ഇതൊരു വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമാണ്. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ്. 4 ഡെസിഗ്നേറ്റഡ് ട്രാക്സ് ഉള്ളത്. ഇത് ട്രാക്ക് 1 ബേസിക്കലി നടക്കുന്നത് പബ്ലിക് ആൻഡ് എക്സ്പേർട്ട് കൺസൾട്ടേഷൻസ് ആണ് നടക്കുന്നത്. ഇൻപുട്ടുകൾ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? നടക്കുന്നത്. ട്രാക്ക് 2 പോകുമ്പോൾ ഇതെല്ലാം കൂടി നോക്കും. എന്നിട്ട് ഒരു തീമാറ്റിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് കൺസൾട്ടേഷൻ നടക്കുക. ഇതിൽ 21 എക്സ്പേർട്ട് ലെഡ് ഗ്രൂപ്പുകൾ ഉണ്ടാകും. കൃത്യമായി എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത് അതിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. 3ാമത്തെ ട്രാക്കിലേക്ക് പോകുന്ന സമയത്ത് ഒന്നുകൂടി ഹയർ സ്റ്റേജിലേക്ക് മിനിസ്ട്രീസിലേക്കും ഡിപ്പാർട്ട്മെന്റ്സിനെയും സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടെ നിന്നൊക്കെയുള്ള നോഡൽ ഓഫീസേഴ്സുമായി ബന്ധപ്പെട്ട കൺസൾട്ടേഷൻസ് ഈ കിട്ടിയിട്ടുള്ള ഡേറ്റയും വെച്ച് നടത്തുകയാണ്. പിന്നെ അവസാനം 4th ട്രാക്ക് അപ്പെക്സ് ലെവലാണ്. ഇതിൽ മൾട്ടി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സിനുമായിട്ട് ബന്ധപ്പെട്ട കൺസൾട്ടേഷൻ നടത്തുകയാണ്. ഇത് നാഷണൽ തലത്തിൽ ഗ്ലോബൽ ലെവലിലുമുള്ള മൾട്ടി സ്റ്റേക്ക് ഹോൾഡേഴ്സ് വിവിധങ്ങളായിട്ട് ഇത് ബാധിക്കുന്നതായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വരികയാണ്. ഇവരുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുകയാണ്? കൺസൾട്ടേഷൻസ് നടത്തുന്നതാണ് ട്രാക്ക് 4 എന്ന് പറയുന്നത്. ഓർക്കാനായിട്ട് എന്ത് ചെയ്യുക? പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കിയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് is the most recent district level entity in Kerala to join the World Health Organization's Global Network of Age-Friendly Cities and Communities GNAFCC. അതായത് വയോജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങളും സുരക്ഷയും കാര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തി കൊടുക്കുന്ന തലത്തിലേക്കുള്ള ഒരു നെറ്റ്വർക്കാണിത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇതിലേക്ക് റീസെൻ്റ് ആയിട്ടുള്ള അഡിഷൻ കേരളത്തിൽ നിന്ന് ഏതായിരുന്നു അറിയാമോ? കോഴിക്കോടായിരുന്നു. 2024 കൊച്ചി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഫസ്റ്റ് സിറ്റി ഫ്രം ഇന്ത്യ ആയിട്ട് കൊച്ചി എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. കോഴിക്കോടിനെ മെയ് 2025 എന്ത് ചെയ്തു? ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. റെക്കഗ്നിഷൻ അനൗൺസ് ചെയ്യപ്പെട്ടത് ഈ അടുത്തായിരുന്നു. എന്തൊക്കെയാണ്? ദേ ക്രിയേറ്റഡ് ഇൻക്ലൂസീവ് ആൻഡ് സപ്പോർട്ടീവ് എൻവയോൺമെന്റ് ഫോർ ഇറ്റ്സ് സീനിയർ സിറ്റിസൺസ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള 2ാമത്തെ എന്താ പറയുക, കോഴിക്കോട് ഇസ് ദ സെക്കൻഡ് സിറ്റി ഇൻ ഇന്ത്യ ടു ജോയിൻ ദ നെറ്റ്വർക്ക് ഫോളോയിങ് കൊച്ചി വിച്ച് ബിക്കേം മെമ്പർ ഇൻ മാർച്ച് 2024. ഓക്കെ അല്ലേ? ഓർത്തിരിക്കുമല്ലോ. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അടുത്ത് നോക്കൂ. വെൻ വാസ് ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പാസ്? നോക്കൂ, പാസ്ഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ബൈ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. നമുക്കറിയാം December 13, 1946 ജവഹർലാൽ നെഹ്റു ആണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിക്കപ്പെടുന്നത്, അല്ലെ? എന്നിട്ട് ഇത് പാസ്സാക്കപ്പെടുന്നത് അടുത്ത വർഷം
ജനുവരി 22, 1947 അതായത് ഡിസംബറിൽ അവതരിപ്പിച്ചു, ജനുവരിയിൽ പാസ്സാക്കി, അത്രയേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? നമ്മുടെ പ്രിയാമ്പിൾ ആയിട്ട് മാറുന്നത്, നമ്മുടെ ആമുഖമായിട്ട് മാറുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. ഈ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ജവഹർലാൽ നെഹ്റു ഡിസംബർ 13, 1946 അവതരിപ്പിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇത് ജനുവരി 22, 1947 അഡോപ്റ്റ് ചെയ്യുന്നു, പാസ്സാക്കുന്നു. ഇതെന്താ ചെയ്യുന്നത്? ഇത് പിന്നീട് പ്രിയാമ്പിൾ ആയിട്ട് മാറുകയാണ്. നമ്മളുടെ ഭരണഘടന നിർമ്മിക്കുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ത് എന്ന് കൃത്യമായി പറയുന്നൊരിടമാണ് ഇത് എന്ന് എന്ത് ചെയ്യുക? ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത് നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് ചോദിക്കുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി BR അംബേദ്കർ, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു, സ്റ്റേറ്റ്സ് കമ്മിറ്റി. സ്റ്റേറ്റ് എന്ന് കേൾക്കുമ്പോൾ പട്ടേലിനെ ഓർക്കാം, പക്ഷേ അല്ല, ഇത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. റൂൾസ് ഓഫ് പ്രൊസീജിയർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കറക്റ്റ് ആണ്. സോ 3 മാത്രം ഇല്ല, 1, 2 and 4 ഓൺലി ആണ് ശരിയായിട്ടുള്ള ആൻസർ. മേജർ കമ്മിറ്റീസ് എന്ത് ചെയ്യുക? ഇവിടെ കൊടുത്തിട്ടുണ്ട്. മേജർ കമ്മിറ്റീസ് ഇവിടെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നോക്കൂ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വരുന്ന 2 സ്ഥലങ്ങളും ഏതായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഒന്ന് റൂൾസ്, അദ്ദേഹം സ്പീക്കറാണ്, എന്താണ്? അധ്യക്ഷനാണ് അല്ലെ ബേസിക്കലി ഈ സമയത്ത്. അപ്പൊ റൂൾസ് കമ്മിറ്റിയും സ്റ്റിയറിംഗ് കമ്മിറ്റിയും രണ്ടും, അതെ ഇത് രണ്ടും ആണല്ലോ അതിന്റെ ഒരു എന്ത് നോക്കി പോകുന്നത്? അച്ചടക്കം നോക്കി പോകുന്നത്. ഇത് രണ്ടും ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അടുത്താണ്. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റേറ്റ്സ് കമ്മിറ്റി എവിടെയാണ്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു നയിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഓർക്കാനായിട്ട് തികച്ചുക. അവിടെയാണ് തെറ്റാനുള്ള സാധ്യത. ഓൾസോ ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സ് മൈനോറിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റി സർദാർ പട്ടേലാണ് നോക്കിയിരുന്നത്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്? മാറിപ്പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്? മാറി പോകരുത്. റൈറ്റ്. അടുത്ത ഭാഗം നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ എന്നതാണ് ചോദ്യം. ദ ഇന്ത്യൻ യൂണിയൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ആൻ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ വിത്ത് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ്. ശരിയാണോ? നോക്കാം. ദ സിംഗിൾ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് യൂണിറ്ററി ഫീച്ചർ ഓഫ് ഇന്ത്യൻ പൊളിറ്റി. അതായത് യൂണിറ്ററി ഫീച്ചറാണ് സിംഗിൾ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നു. ലോവർ ഹൗസ് ഓഫ് ഇന്ത്യൻ പാർലമെന്റ് ക്യാൻ ബി ഡിസോൾവ്ഡ്. ലോവർ ഹൗസ് എന്ന് വെച്ചാൽ ഏതാണ്? ലോക്സഭ. ക്യാൻ ബി ഡിസോൾവ്ഡ് വൈൽ അപ്പർ ഹൗസ് ദാറ്റ് ഈസ് രാജ്യസഭ കനോട്ട് ബി ഡിസോൾവ്ഡ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണെന്ന് നമുക്ക് വളരെ വൃത്തിയായിട്ട് അറിയാം അല്ലെ. അതെന്താണ്? നമ്മൾ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അല്ലെ, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് നമ്മൾ. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയെ ഡിസ്ട്രക്ട് ചെയ്യാൻ പറ്റും, ഇൻഡസ്ട്രക്റ്റബിൾ യൂണിയൻ ആണ് നമ്മുടേത്. പക്ഷെ സ്റ്റേറ്റ്സിനെ എന്ത് ചെയ്യാം? മാറ്റാം, അതിർത്തി മാറ്റാം, പേര് മാറ്റാം, ഏരിയ മാറ്റാം, ഒക്കെ ചെയ്യാം അല്ലെ. 1ഉം 3ഉം ശരിയാണ്. ഇനി 2ഉം ശരിയാണ് എന്ന് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായി? 2 തെറ്റാണ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം എന്താ അറിയോ? സിംഗിൾ റിട്ടൺ, ഈ 2 വാക്കിൽ ചെറിയൊരു ഇഷ്യൂ വരാം. നോക്കൂ, സിംഗിൾ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, റിട്ടണിന് കൂടുതൽ പ്രസ് കൊടുത്താൽ അതെന്താണ്? അത് ഫെഡറൽ ഫീച്ചർ തന്നെയാണ്. പക്ഷെ സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആവുമ്പോൾ സ്റ്റേറ്റിനും സെൻട്രലിനും എല്ലാം കൂടെ ഒരൊറ്റ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വരുമ്പോൾ അതിനെ യൂണിറ്ററി ഫീച്ചർ ആയിട്ട് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾ പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായി എന്താണ് അധികാരം കൊടുക്കുന്ന മറ്റൊരു സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള ഡോക്യുമെന്റ് ഒന്നും ഇല്ല ഭരണഘടന എന്ന രീതിയിൽ. ഒരൊറ്റ ഭരണഘടനയേ ഉള്ളൂ. സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താ? പ്രശ്നമല്ല, കാര്യം എന്താ? സെൻട്രലിന് മാത്രമേ അതിന് അമെൻമെന്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ, പാർലമെന്റിന് മാത്രമേ അതിൽ അമെൻമെന്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? സോ സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിക്കലി ഒരു യൂണിറ്ററി ഫീച്ചറിനെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ എന്താണ്? പാർലമെന്റ് അല്ലെങ്കിൽ സെൻട്രലിന് തോന്നിയ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഭരണഘടനയെ ഉപയോഗിക്കാൻ പറ്റില്ല. സോ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് എന്താണ്? ഒരു ഫെഡറൽ ഫീച്ചറുമാണെന്ന് പറയാം. അപ്പോൾ ഇതിൽ 2 വാക്കും വന്നത് കാരണം ഇതൊരു കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്ന് ഓർക്കുക. മനസ്സിലാവുന്നുണ്ടോ? സിംഗിൾ എന്ന വാക്ക് വരുമ്പോൾ അതിന് ഒരു യൂണിറ്ററി ടെൻഡൻസിയാണ്, റിട്ടൺ എന്നതിലേക്ക് പോകുമ്പോൾ അതിന് ഒരു ഫെഡറൽ ടെൻഡൻസിയാണ്. ഈ 2 വാക്കുകളും ഈ രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. അപ്പോൾ യൂണിറ്ററി ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? സിംഗിൾ സിറ്റിസൺഷിപ്പ്, സ്ട്രോങ് സെന്റർ, എമർജൻസി പ്രൊവിഷൻസ്, ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി, ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതെല്ലാം എന്തിൻ്റെ ഉദാഹരണങ്ങളാണ്? യൂണിറ്ററി ഫീച്ചർ, സെൻട്രലിന് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കുന്നതായിട്ടുള്ള ഒരു രീതിയാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കൂ. ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഈസ് ടേക്കൺ ഫ്രം വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ? നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അയർലൻഡിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരേക്കും എവിടെയാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ്.
അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ കഴിഞ്ഞ ടെസ്റ്റിൻ്റെ GK പോർഷൻസിൽ നമ്മൾ പഠിക്കാനായിട്ടുള്ള ഭാഗങ്ങൾ. അവയെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വൃത്തിയായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർക്കുക, മനസ്സിലാക്കുക. സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട അടുത്ത ടെസ്റ്റ് മുതൽ എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ കോഴ്സ് എടുത്ത കുട്ടികൾക്കായിരിക്കും അവൈലബിൾ ആയിട്ട് കിട്ടുക. എക്സ്ട്രാ ഇൻഫർമേഷൻസ്, എക്സ്ട്രാ ഡേറ്റ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ പെയ്ഡ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. കൃത്യമായിട്ട് പഠിച്ചു പോവുക, റിവിഷൻ നടത്തുക, പഠിച്ചു തീർത്തിട്ട് മുന്നിലേക്ക് നമുക്ക് എത്താനായിട്ട് ശ്രമിക്കാം. സോ താങ്ക് യു എവരി വൺ ഫോർ ലിസണിങ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം.